മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരാളുടെ മകന് വേണ്ടിയിട്ട് ഒരു RZ നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വണ്ടിയായിരുന്നു. 28 വരെ പേപ്പർ ഉണ്ട്. ഞാൻ ഇതുവരെ ആരും ഇങ്ങനെ ഇത് രണ്ടും പാടെ ചെയ്ത് കണ്ടില്ല. ഈ വണ്ടി ഇവിടെയുള്ള എല്ലാ സാമുറായി കൺവേർട്ടറിനേക്കാളും പവറാണ്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷെ കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് ഈ വണ്ടിന്റെ ഫ്രീക്സിലെ സെബിൻ ബ്രോ ഒക്കെ അറിയാം. സെബിൻ ബ്രോ ഒരു KL5 വണ്ടി വേണം ഫുള്ള് കണ്ടവരുണ്ടെന്നുണ്ട്. ഈ ഫസ്റ്റത്തെ കമന്റ് നിങ്ങളത്തെ കാര്യം പിൻ ചെയ്യും. ഞാൻ ഫുള്ള് കണ്ടു, ഒരു ബോറടിയും ഇല്ലാതെ നല്ല രസകരമായി കണ്ടു എന്നുള്ളത് നിങ്ങളൊരു കമന്റ്. ഒരു കാര്യത്തിൽ വിട്ടുപോട്ടെ, അതിപ്പോ അവരുടെ മകൻ ഉപയോഗിച്ച വണ്ടി അങ്ങനെ പല ട്രെൻഡ് ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കും. ഏത് ജില്ലക്കാരാണെങ്കിലും ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടി, നിങ്ങളെ പവർ ഒന്ന് കാണട്ടെ. KEV ഒറിജിനൽ തിരുവനന്തപുരം. ഈ ഒരു വണ്ടി മോഷണം പോണ ആൾ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാവും, കാരണം നമ്മൾ അത്രയും വണ്ടി പണിയെടുത്ത ആളാണ്. ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഒരു അടാറ് വീഡിയോ. യെസ്, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ 2 സ്ട്രോക്ക് വണ്ടി ഭ്രാന്തന്മാരുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടോ. എടാ മോനെ, ഒരു രക്ഷയുമില്ലാത്ത കളക്ഷനുമായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. RXZ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാലും നിഷാദേ, എടാ മോനെ ഇത് പവർ സാധനമാണ് കേട്ടോ. RXZ, അതുപോലെ തന്നെ സാമുറായി, ഏതൊക്കെ കളക്ഷനുകളാണ് നമ്മുടെ അടുത്തുള്ളത്. വണ്ടിയുടെ ലോകം തന്നെയാണല്ലോ. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞു. വണ്ടികൾ ഇനി നമ്മുടെ അടുത്ത് ഗ്യാരേജിലുണ്ട്. ഇതുപോലെ വണ്ടികൾ വേറെ ഉണ്ട്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള 2 സ്ട്രോക്ക് വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരുപാട് വെറൈറ്റി ഓരോ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ സൗണ്ട്, പ്രൈസ്, കാര്യങ്ങൾ പൊളിക്കാം. നമുക്ക് പൊളിക്കും അല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നോക്കുകയാണെങ്കിൽ RXZ ഗൈസ്. അടുക്കി ബാക്കിൽ 2-3 RXZ നല്ല ബെസ്റ്റ് ഓഫർ നമ്മുടെ അടുത്ത് Z ഉണ്ട്. ബെസ്റ്റ് ഓഫർ പ്രൈസിൽ Z ഉണ്ട്. അതുപോലെ തന്നെ സുസുക്കിന്റെ സാമുറായി, ഷോഗണ്, ഷാവോലിൻ എല്ലാ സാധനവും ഉണ്ട് അല്ലേ? നമുക്ക് ബാക്കിലേക്ക് പോണ്ട, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പോന്നാലോ? ഇന്ന് പൊളിക്കല്ലേ? നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും ഈ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോ. നിഷാദേ, വാ, നമുക്ക് ഇതിന്റെ ഇടയിലൂടെ അല്ലേ അത്രയും വണ്ടികൾ കളക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഏതാ മോഡൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലോ? ഇത് നമ്മളെ പേഴ്സണൽ വണ്ടിയാണ്. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് 5 സ്പീഡ് ചെയ്താണോ? 5 സ്പീഡ് ചെയ്താണ്. അതുപോലെ തന്നെ ഷോക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ അതിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 4 സ്പീഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതിപ്പോ എനിക്ക് 1.30 എക്സ്പെൻസ് ഉണ്ട്, ചെലവുണ്ട്. അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ വണ്ടിയാണെങ്കിലോ നമുക്ക് ഏകദേശം എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്? ഇത് എനിക്ക് 72 രൂപ ചെലവിന് വന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് അത് ചെലവാക്കിയത്? ഇതിന്റെ പേഴ്സണൽ വണ്ടികളാണ്, എനിക്ക് പ്രശ്നമില്ല. നമുക്ക് ആ ഒരു മൈൻഡ് ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തി. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് ഒരു 30,000 കുറച്ചിട്ടൊന്നും ഈ വണ്ടി റീസ്റ്റോറേഷൻ ആരും ചെയ്ത് കൊടുക്കില്ല. എന്തൊക്കെ നമ്മൾ ഒരു 5 വണ്ടി തരാം, ചെയ്യാൻ കൊടുക്കാം. അതെ, റീസ്റ്റോറേഷൻ ചെയ്ത് കൊടുക്കാം അല്ലേ ഈ വണ്ടി. അതായത് ഇതിന്റെ പഴയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ അറിയാവുന്നതാണ്. ഈ മോഡലുകളൊക്കെ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ കുറെ കാലങ്ങളായി. അത് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ ആണോ? ഞാനാണ് സെക്കൻഡ് ഓണർ. 40 വർഷം ഒരാൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടഡ് ചേതക്കാണ്. ലെക്കാണ് എനിക്കൊക്കെ കേട്ടോ. ഇങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ടാവും, ഇങ്ങനത്തെ ആന്റി കളക്ഷൻ ആയിട്ട് കൊണ്ടെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. കാരണം നിങ്ങളുടെ ഡ്രീം, ഈ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞാൽ പല ആളുകളുടെയും ഡ്രീം ആയിരിക്കും അല്ലേ? ദ ഹെവൻ ഓൺ എർത്ത് എന്നാ പറഞ്ഞത് അല്ലേ? ഞാൻ നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാണ് ഇംഗ്ലീഷ്, സോറി. ഓക്കെ, ദിസ് ഈസ് ഹെവൻ ഓൺ എർത്ത്. അതായത് ഇതെന്താണ്, ഭൂമിയിലുള്ള സ്വർഗമാണോ അല്ലേ? അത്രയും കളക്ഷൻ കാര്യങ്ങളാണ്. മഞ്ഞക്കിളിക്കുഞ്ഞ്, പച്ചക്കിളിക്കുഞ്ഞ്, ഗ്രീന്, റെഡ്, ബ്ലാക്ക്, ബ്ലൂ, എല്ലാ കളർഫുൾ ആണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നമുക്ക് തുടങ്ങാം. SD 2-3 SD ഉണ്ട്. ജാവ ഉണ്ട്, ഓൾഡ് മോഡൽ അല്ലേ? ജാവ എല്ലായിടത്തും കാണാൻ കിട്ടൂല, എല്ലായിടത്തും കുറവാണ് നമ്മുടെ നാട്ടില്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കുറവ് വരാൻ കാരണം? ജാവ വല്ലാണ്ട് ഒന്നും ആരും സെയിൽ ചെയ്യുന്നില്ല. നേരെ കുറച്ച് SD ക്കാണെങ്കിൽ കുറച്ച് ഫാൻസ് ഉണ്ട് അല്ലേ? പക്ഷെ എന്താ പറയുക, ഈ ജാവ കൂടുതൽ ആളെടുത്ത് സെയിൽ ചെയ്യാൻ വണ്ടിയില്ല, എടുത്തോം കൊടുക്കൂല. അത് പൊതുവെ ഈ ഒരു 2 സ്ട്രോക്ക് വണ്ടികളിൽ ഉള്ളതാണ്. RX100 കൊല്ലങ്ങളായിട്ട് കൊണ്ടിരിക്കുന്ന ആള് എടുത്തോം കൊടുക്കണില്ല ആണല്ലേ? ഒരു വണ്ടി, ഈ വണ്ടി ഇതൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വണ്ടിയാണ്, KL7 ആണ്. പുള്ളിക്കാരന്റെ
കയ്യില് 10 വർഷം എന്തായിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. പുള്ളി ഇനി വയ്യ കൊണ്ടടക്കാനുള്ള സീനായപ്പോ കൊടുത്താണ്. അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണല്ലേ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിഷാദ് ബ്രോന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയതാണ്. പിന്നെ ഒരു വീഡിയോസോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല. 1 ഇയർ ഇനോഗ്രേഷൻ നമ്മൾ ഇവനെ മാത്രം വിളിച്ചിട്ടുള്ളൂ. താങ്ക് യു. ഇവൻ വന്ന് ഇനോഗ്രേഷൻ ചെയ്ത് ഒറ്റ പോയതാണ്, പിന്നെ കണ്ടില്ല. അന്ന് വിചാരിച്ചത് ആ ഒരു വീഡിയോ പവറേഷ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം. പക്ഷേ സമയവും സാഹചര്യവും നമുക്ക് ഒത്തു വന്നിട്ടില്ലായിരുന്നു. ഇന്നതാ സെലിബ്രിറ്റി ആയിട്ടൊന്നല്ല സംഭവം ഒന്നുമായിട്ടില്ല. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവച്ച കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ചോദിച്ചു വാങ്ങിയ സാധനം. അതായത് നിന്റെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ റേറ്റ് ആണ്. അതേപോലെ തന്നെ ഇതിൽ ഓൾമോസ്റ്റ് വണ്ടികളും ഫ്രീ ആയിട്ട് പറയുന്ന കളറും ചെയ്ത് കൊടുക്കും. നിന്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു ഓഫർ. താങ്ക് യു. അതാണ് പറഞ്ഞത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൺ അമർത്തിച്ചോളി. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ കളക്ഷൻ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളി. നമുക്ക് തുടങ്ങാം. എന്തായാലും പ്രൈസ് കാര്യങ്ങളെല്ലാം നമുക്ക് തുടങ്ങാം. ഈ RX 100 മുതൽ തുടങ്ങിയാലോ? ഒരു ഗ്രീൻ ഈ ഒരു സെക്ഷനിൽ ഇരിക്കുന്നത് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. വർക്ക് കഴിഞ്ഞ പിൻ ടു പിൻ റീസ്റ്റോർ ആണോ? പിൻ ടു പിന്ന് ഓൾമോസ്റ്റ് അങ്ങനെ പറയാം. എല്ലാം മാറിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിൻ ടു പിൻ എന്ന് പറഞ്ഞാല് അതിന്റെ നെറ്റ് ബോൾട്ട് അടക്കം ഒരു സാധനം ഇല്ലി അടക്കം മാറിയിട്ടുണ്ടാവും. പുതിയ ഇല്ലിന്റെ കാര്യം പറഞ്ഞപ്പോ ഇല്ലൊക്കെ മാറിയതാണ്. എപ്പോഴും പിൻ ടു പിന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും അത്യാവശ്യം സെറ്റ് ആണ്. ടാങ്ക് ഒറിജിനൽ ആണ്. യെസ്. അതിന് മൊത്തത്തിൽ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ടയർ കാര്യങ്ങൾ ഓക്കെയാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ ക്വാളിറ്റി കാണിച്ചു കൊടുക്കും. പവർ കാണില്ല. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. 100 നോക്കുന്നവര് വൺ ക്ലിക്ക് സൗണ്ട് ഇട്ടില്ലേ? വണ്ടിമ്പ്രാത്തന്മാരായിട്ടുള്ള ആരും ഇതിന്റെ സൗണ്ടിനില്ലേ? അതായത് ഇലക്ട്രിക്കൽ ഭാഗമായിട്ടാണെങ്കിലും എഞ്ചിൻ പരമായിട്ടാണെങ്കിലും ടയർ ബ്രേക്ക് കാര്യങ്ങളെല്ലാം ഒക്കെ സെറ്റാ. കാരണം അത്യാവശ്യം ഈ ഒരു സൈഡിലുള്ള വണ്ടികൾ കുറച്ച് ബഡ്ജറ്റ് കൂടിയ വണ്ടികളാണ്. അതായത് ഏറ്റവും കൂടുതൽ വർക്ക് എടുത്ത വണ്ടികൾ. അപ്പോൾ അത്യാവശ്യം വിലമെന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. 2 സ്റ്റോക്ക് വണ്ടിയാണ്. ഇതിന് വില ബാക്കിൽ കുറഞ്ഞുണ്ട് അല്ലേ? കുറഞ്ഞതുകൊണ്ട് പിന്നെ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് വരാം. നമുക്ക് ഈ വണ്ടിന്റെ ഫ്രീക്സിലെ സെബിൻ ബ്രോ ഒക്കെ അറിയാം. സെബിൻ ബ്രോ ഒരു KL5 വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വണ്ടി ഏത് കാറ്റഗറി വണ്ടിയുള്ളവർക്കും യമഹ ഒരു വികാരമാണ്. അത് വേറെ ലെവലാണ്. നിങ്ങളെ വീഡിയോ കാണാൻ ഞാൻ കാണലുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. നല്ല അടിപൊളിയാണ്. എന്തായാലും ഇതിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഇതിന്റെ മോഡൽ കാര്യങ്ങളൊന്നും ഇത് 90 മോഡൽ ഫുൾ വർക്ക് എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ 25 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. പിന്നെ ഏകദേശം ഒരു 40,000 രൂപയുടെ വർക്ക് നമ്മൾ ചെയ്തു. 40,000 രൂപയുടെ വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ സാധനങ്ങൾ ഓൾമോസ്റ്റ് ഇതിലൊക്കെ മാറിയാണ്. ഓക്കെ. നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴായിരിക്കും ഇതിന്റെ വില ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് നമ്മൾ കടയത്തേക്കാൾ റേറ്റിലാണ് പിള്ളേര് പുറത്ത് വെക്കുന്നത്. ഓക്കെ. എങ്ങനെയാണ് നമുക്ക് ചോദിക്കുന്നത്? ഇത് ഒരു 1.15 ഒക്കെ വരും. 1.15 വരും. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ചെറിയ രീതിയിൽ മാറ്റം ചെയ്തെടുക്കൂലേ? വന്നോളി. നിങ്ങൾ വന്നോളി. ഓക്കെ. ടയർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും വണ്ടിന്റെ മെക്കാനിക്കൽ ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. നെക്സ്റ്റ് ഒരു വെറൈറ്റി കളർ അല്ലേ? എന്താണിത്? ബ്ലൂബെറിയോ? ഇതൊരു വെറൈറ്റി കളർ ആയിട്ടുണ്ട്. ബ്ലാക്ക്. ഇതിലൊക്കെ ഇപ്പൊ ഈ 1.15 പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള കളർ ഫ്രീ ആയിട്ട് ചെയ്ത് ഓക്കെ. ഈ ഒരു വണ്ടിയാണെങ്കിൽ എത്ര മോഡൽ വരുന്നത്? എത്ര റേറ്റ് വരുന്നത്? ഇതും ഏകദേശം 1.15 റേഞ്ചിൽ വരും. ഡിസ്ക് ഉണ്ട്. പിന്നെ അതുപോലെ പുതിയ നമ്പർ ആയതാണോ വണ്ടി? അല്ല, ഇത് നമ്മളെ KL10 ബി ആണല്ലേ? B 8330 കേട്ടോ. വെറൈറ്റി നമ്പറുകളൊക്കെ ഉണ്ട്. ഒരു 90 മോഡലൊക്കെ തന്നെ ഇത് വണ്ടി വരുന്നത്. 26 വരെ പേപ്പർ വെയിറ്റ് ഉണ്ട്. ഓക്കെ. നമുക്ക് പെട്ടെന്ന് ഓരോ വണ്ടികളും കാണിച്ചു കൊടുക്കാണ്ട്. ഓരോന്നിനും വെയിറ്റ് ചെയ്യാം. ഈ വണ്ടികൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 135 ഇത് കംപ്ലീറ്റ് വർക്ക് എടുത്ത വണ്ടിയാണ്. ഓക്കെ. കംപ്ലീറ്റ് വർക്ക് എടുത്താണ്. ഫുൾ വർക്ക് എടുത്തിന്. ഇത് ഏകദേശം ഈ പറഞ്ഞ പോലെ 45 രൂപയുടെ വർക്ക് തന്നെ എടുത്തിട്ട് എഞ്ചിനൊക്കെ പണിതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് ഒരു 1.20 റേഞ്ചിൽ വരും. ചെയ്ത് കൊടുക്കാം. ഇതിലും കളർ ഇഷ്ടമുള്ളത് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് കളർ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത് തരാം. ഓക്കെ. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ പറഞ്ഞില്ല. ഇത് ഏകദേശം 26 ലാസ്റ്റ് വരെ പേപ്പറും ഉണ്ട്. ഓക്കെ. ബ്ലൂ കളർ ആണെങ്കിൽ എങ്ങനെയാണ്? ഇതും KL11 വണ്ടി 135 തന്നെയാണ്. ഓക്കെ. പിന്നെ ഇത് 2000 മോഡൽ. ഇത് വന്ന് 98 മോഡൽ. ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ടാങ്ക് വരെ മാറിയതാണ്. ഒരു റെഡ് കളിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ വണ്ടിയായിരുന്നു. 28 വരെ പേപ്പർ ഉണ്ട്. ഇപ്പൊ ഈ ഒരു
കാറ്റഗറിയിൽ ഏറ്റവും പവറുള്ള വണ്ടി ഇതാ. ഏറ്റവും പവറുള്ള വണ്ടി ഇതാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓ, സൈലൻസർ ബ്ലോക്ക് ആയിട്ട് ഒരു പവറും ഇല്ലാതെ നമുക്ക് കിട്ടിയ വണ്ടിയാണ്. നമ്മൾ കൊടുന്നിട്ട് സൈലൻസർ വെറുതെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഓടിച്ചപ്പോൾ നമ്മൾ നെട്ടിപ്പോയി. ചിലത് അങ്ങനെയാണ്. ഇതിന്റെ മെയിൻ്റെനൻസ്, അത് മെക്കാനിക്കൽ പരമായിട്ട് നല്ല വൃത്തിക്ക് പണിയെടുത്ത ആൾക്കാരാണെങ്കിൽ അത് അതിന്റെ ക്വാളിറ്റി എന്നും ഉണ്ടാവും. സീന് വണ്ടി അത്. അറിയാതെ പോയി ഇത് വെളുത്തിട്ട് സീനാവും. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടി. ഇതിന്റെ പ്രൈസ് റേഞ്ച് പറഞ്ഞു നമ്മള്. ഇത് ഏകദേശം 1.20 വരും. സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്, വൃത്തിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിമാൻഡുള്ള സാധനമാണ്. ഒരാൾ കൊണ്ടുനടനായോണ്ട് ഡിമാൻഡുള്ള സാധനം, ഡിമാൻഡിനാണ് ഇതിനൊക്കെ വില. അതായത് നമ്മളൊക്കെ ഞാൻ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ RX-100 ഒക്കെ 60,000 70,000 കിട്ടീനി. ഇപ്പൊ 60,000 കിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കുട്ടിക്കാലത്ത്, അതെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ ഡ്രീം സ്വപ്നങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ കാരണന്മാര് അല്ലെങ്കിൽ ഏട്ടന്മാരൊക്കെ ആയിട്ട് നമ്മൾ മുന്നിലൂടെ RX-100 Z ഇങ്ങനത്തെ SD ഒക്കെ ഓടിച്ചു പോകുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഓ ഇത് ഇവിടെ കിട്ടും. നമ്മൾ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ അന്നത്തെ റേറ്റ് ഏകദേശം 10,000 15,000 ഒക്കെ ആയിരുന്നു. 12 രൂപ. പിന്നെ ഇതിങ്ങനെ വില കൂട്ടി. ഇതാ 1 ലക്ഷത്തിന് മേലായി, ഇനി 2 ലക്ഷത്തിന് മേലാവും. ഇതൊരു ഗോൾഡാണ്, ഇതൊരു ഇൻവെസ്റ്റും ആണ്. അതായത് ഇതിങ്ങനെ വില കൂടിയിട്ടേ വരുള്ളൂ. പല ആളുകളും കുട്ടികൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ ചിലപ്പോൾ പറയാറുള്ളത് എന്താണോ, ഇത്രയും വില കൊടുത്തിട്ട് ഈ വണ്ടി എടുക്കണേ. പക്ഷേ ഈ ഒരു Z ഒക്കെ എടുത്തവർക്ക് അറിയാം, പണ്ട് 70,000-നും 60,000-നും Z എടുത്ത ആൾക്കാർ ഇപ്പൊ വിൽക്കണത്, അഥവാ ഒരു പൈസ കുടുങ്ങിയാലേ ഒരു വിൽക്കുള്ളൂ കേട്ടോ. വിൽക്കുകയാണെങ്കിൽ 2 ലക്ഷം റുപ്യേനെ മേലെ അവർക്ക്. എന്റെ വണ്ടി ഞാൻ വിറ്റത് 2016 55,000 രൂപ, എടുത്തത് 1.5. അതേ വണ്ടി അതിലും പകുതി കണ്ടീഷനെ എടുത്തത്. ഇതൊക്കെ കണ്ടീഷൻ അനുസരിച്ച് കിട്ടോ വണ്ടിന്റെ ഓരോ. നേരത്തെ പറഞ്ഞല്ലേ പിൻ ടു പിൻ എന്ന് പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഈ വണ്ടിന്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളെല്ലാം വരിക. ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഷോപ്പിൽ വരുമ്പോൾ ഒരുപാട് ചെക്കന്മാർ വണ്ടി നോക്കാനും കാണാനുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ഒരു പിരാന്താണ്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു അങ്ങാടി പോയിട്ട് ഈ വണ്ടി RX-100 അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇതിന് വേറെ ലെവൽ ഒരു ആൾക്കാർ. കാരണം എന്റെ അടുത്ത് ബെന്റ്ലി 600 ആയിട്ടുണ്ട്. അതായിട്ട് പോകുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് അല്ല എനിക്ക് RX വേറെ വികാരമാണ്. പിന്നെ അതുമല്ല പ്രായമുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ഏജ് ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും. അവരെ കുട്ടിക്കാലത്ത് ഇത് കൊണ്ടുവരുന്ന അവര് നമ്മൾ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ മതി. പിന്നെ അവരെ കോളേജ് ലൈഫ്, അവരുടെ ചെറിയ കുട്ടികളായി നിൽക്കുന്ന ആ ഒരു അതായത് 18 വയസ്സിൽ അവർ കളിച്ചു കൊണ്ടുവന്നിരുന്ന അന്നത്തെ കഥകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും, ഞാനും നിന്നെ പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനത്തെ കുറെ ഡ്രീമുകളൊക്കെ ഈ അതേപോലെ തന്നെ മെമ്മറീസുകളൊക്കെ ഇതിനുണ്ടാവും. അതായത് ഒരു സത്യാവസ്ഥ പറഞ്ഞാല്, അതായത് ഒരു 90s-ലും ക്യാമ്പസുകൾ ഭരിക്കണത് ഈ വണ്ടിയാണ്. ഇന്നും ഭരിക്കണത് ഇന്നും ഫിലിമുകളിൽ വരെ ഏതൊരു ഫിലിം എടുക്കുകയാണെങ്കിലും അതിലൊരു ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടുവന്നില്ലെങ്കിൽ അതൊരു ക്ലിക്ക് ആവില്ല എന്നുള്ള മൂഡാണ്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ എല്ലാ ചെക്കന്മാരെ പാടാണ് പ്രത്യേകിച്ച്. അതെ, ഇപ്പൊ ഈ അടുത്തിറങ്ങിയ അതായത് RDX ഒക്കെ നമ്മളെ ചെക്കന്മാരെ വണ്ടിയാണ്. അതെ, അതേപോലെ തന്നെ ഈ ഷൈൻ ടോമിന്റെ എന്താ പേര്, അതായത് ഷൈനോ, ഷൈൻ ടോൺ ചാക്കോണോ, ഷൈനികത്തിന്റെ ഒരു പടം വരാൻ പോകുന്നുണ്ട്. അതിലും ഒക്കെ നമ്മളെ ചെക്കന്മാരെ വണ്ടികളാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ഈ ടൂ സ്റ്റോക്ക് വണ്ടികൾ നമ്മളെ ടീമിലുള്ള ഓരോ ആളുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ RX-100 ഒരു വെറൈറ്റി ഇത് കുറഞ്ഞു കൊടുക്കാൻ ആർഡിന്റെ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഇതിന് ചോദിക്കണത്? ഇത് ഒരു 90 രൂപ നമുക്ക് കൊടുക്കാം. 90 രൂപ കൊടുക്കാം. പുതിയതാണ്, പെയിന്റ് കാര്യങ്ങളൊക്കെ പുതിയതാണ്. എഞ്ചിനൊക്കെ ഓക്കെയാണ്. KL5 ആണ്. KL5ന്റെ ആരാധകരുണ്ടെങ്കിൽ വിളിച്ചോളി അല്ലേ? ഓക്കെ, എങ്ങനെയാണ് നമ്മളിതിന്? ഇത് 25 ലാസ്റ്റ് വരെ പേപ്പർ, 25 ലാസ്റ്റ് 6 സംശയമുണ്ട്, കുറെ വണ്ടികളുണ്ടേ. ഓക്കെ, അതുപോലെ തന്നെ ഒരു കിളിക്കുഞ്ഞ് സാധനം, ഒരു മഞ്ഞ കിളിക്കുഞ്ഞ്, അതിന്റെ ബാക്കിലൊരു സുസുക്കി ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു യമഹ ആണെങ്കിൽ എങ്ങനെ? ഇത് ഇപ്പോ ഗ്യാരേജിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ ആള് വന്നപ്പോ എടുത്തോടുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് പരിപാടികളുണ്ട്. ചെയ്തിട്ട് നമ്മളൊരു 1.15 ഉള്ളിൽ ചെയ്തു കൊടുക്കും. കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരും. അതും കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മഞ്ഞല്ല നീലമാണോ, ഇതിലും വലിയ കളർ വേണോ, അതൊക്കെ നമ്മൾ സെറ്റ് ആക്കി തരും. ഓക്കെ, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബ്ലൂ കളർ വണ്ടിയുണ്ട്. വർക്ക് കൂടുതൽ എടുക്കുമ്പോ കുറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, പുറത്തുനിന്ന് കിട്ടിയാൽ നമുക്ക് കുറഞ്ഞു കൊടുക്കാം. അതെ, ഞാനൊരു ഉദാഹരണത്തിന് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിലുള്ള ഈ എംബ്ലം അല്ലെങ്കിൽ ഇതിലുള്ള ഈ ഒരു ഇവിടെയുള്ള ഹാൻഡിലോ അല്ലെങ്കിൽ ഈ ലോക്കോ, ഇതിന് ഷോക്ക് ആബ്സറോ അല്ലെങ്കിൽ എന്ത് സാധനം ആയിക്കോട്ടെ, ഇതിൻ്റെ കേസ് ആണെങ്കിലും ഹെഡ് ആണെങ്കിലും എന്തിനൊരു സ്പെയറിനാണെങ്കിലും നല്ല വിലയാണ്, കൂടിക്കൊണ്ടിരിക്കുക. വില എങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ സ്പെയറിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ഗോൾഡ് പോലെയാണ്, അത് കൂടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറയുന്നില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വണ്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ കുറച്ച് ദിവസം ഇൻവെസ്റ്റ് ചെയ്തോ, കുറച്ച് കാലം വരാൻ വേണ്ടിയിട്ട് ഒരു മാസമായിട്ട് പരിപാടി നിർത്തി വെച്ചിരിക്കുകയാണ്. വിളിക്കണേ. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ
കുറച്ച് തിരക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുമല്ല നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകളാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതിൽ RX-100 അല്ലെങ്കിൽ സാമുറായി ഷോഗൺ RX-Z ഉള്ള കളക്ഷൻ്റെ വീഡിയോ ചെയ്യോ, പ്രത്യേകിച്ച് ടൂ സ്റ്റോക്കർ അന്തമാരെ അറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള ഉണ്ടായിരുന്നു. ഈ 10-ാം തീയതിക്ക് ഒരു വർഷമായി നമ്മുടെ ഷോപ്പ് ഇനാഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഔട്ട് ചെയ്യണം 1 year ആകുമ്പോൾ അന്നേ ഉള്ള പ്ലാൻ. അതുകൊണ്ട് ഹോൾഡ് ചെയ്താണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് നിഷാദ് ബ്രോ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. നിഷാദിനെ ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സുള്ള ആൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ ഷോപ്പിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. HDZ മോട്ടോ മലപ്പുറം പുത്തനത്താണി. നമുക്ക് ക്ലബ്ബുകൾ ഏതൊക്കെയുള്ള പറഞ്ഞു കൊടുക്കുക. ഈ വലിയ ആളാണ്, നമ്മളൊന്നും എത്തുമല്ല. അപ്പം വലിയ വലിയ റൈഡറും വലിയ വലിയ ആളൊക്കെയാണ്. HDZ റൈഡേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സൗത്ത് ഇന്ത്യ ബേസ്ഡ് ക്ലബ്ബ് ഉണ്ട്. അതിന്റെ ഫൗണ്ടറാണ് ഞാൻ. നമ്മള് അങ്ങനെ ഒരു ക്ലബ്ബ് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ സെയിലൊക്കെ തുടങ്ങിയിട്ട് ഒരു 1.5 ഒക്കെ ആയിട്ടുണ്ടാവും ഇയർ തുടങ്ങിയിട്ട്. അതിന്റെ മുന്നേ നമ്മൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു 4-5 വണ്ടികൾ പല ടൈപ്പ് ഉണ്ടാവും. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇവന്റെ HDZ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിന്റെ മുന്നിൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് അതൊരു ലൊക്കേഷൻ, അവിടെ ഇന്ന് ഇരിക്കാൻ പറ്റിയ, അതായത് വണ്ടി ഭ്രാന്തന്മാർക്ക് ഇവിടെ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. പുത്തനത്താണ് ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് ഇരിക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ലോങ് പോണ ആളുകൾക്ക് ടെന്റ് അടിക്കാനാണെങ്കിലും അതിനുള്ള സൗകര്യ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം അല്ലേ. അതാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ലൊക്കേഷൻ മറക്കണ്ട, പുത്തനത്താണിയുള്ള ആൾക്കാർ ആരെങ്കിലും, അല്ലെങ്കിൽ ഇനി പുത്തനത്താണി കൂടെ പാസ് ചെയ്യണ ഏതെങ്കിലും റൈഡേഴ്സ് ഉണ്ടെങ്കിൽ നിഷാദ് ബ്രോന്റെ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് RX ഇഷ്ടപ്പെടുന്ന റൈഡർമാർ ആരായാലും നമുക്ക് അങ്ങനത്തെ വണ്ടി ഭ്രാന്തന്മാരൊക്കെ എല്ലാവരും വിളിച്ച് കിട്ടിയില്ല, നമ്മൾ സ്റ്റാഫുകളെങ്കിലും വിളിച്ചാൽ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഈ വണ്ടി ഇത് ഏകദേശം ഒരു 95 രൂപ കൊടുക്കുക. KL7 വണ്ടി. അതേപോലെ KL7 ആണ് കേട്ടോ എറണാകുളം. ഒരു ഗുണം എന്താ വെച്ചാൽ ഗുണം പറയും, എല്ലാ വണ്ടിക്കും ഗുണങ്ങളാണ്. പക്ഷേ ഇത് നമ്മളൊരു 2 മാസം മുന്നൊക്കെ എടുത്തതേന്ന് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്താണ്. നമ്മൾ ആ പരിപാടി ഇപ്പൊ ഇങ്ങനെ നിർത്തിയതാണ്. ഹോൾഡിങ് പൈസ പോലും തരാതെ ഭയങ്കര ഭ്രാന്ത് പറഞ്ഞപ്പോ ഞാൻ ഹോൾഡ് ചെയ്താണ്. നമുക്ക് ചെറുപ്പത്തിണ്ടായ പൂതിയാണല്ലോ, അതേമാതിരി ആ ഒരു പൂതി നമ്മൾ മനസ്സിൽ വന്നു. അതെ, ഓക്കെ. അതുകൊണ്ട് ഇത് കുറെ പണിയെടുത്ത വണ്ടിയാണ്. ഈ വണ്ടി മുകളിൽ പറഞ്ഞ വണ്ടികളെ പോലെ പണിയെടുത്ത വണ്ടിയാണ്. പക്ഷെ നമുക്ക് 95 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 95 രൂപയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അടിപൊളിയായിട്ട് വർക്ക് ചെയ്താണ്. ഓക്കെ. നമ്പർ പ്ലേറ്റ് ലൂസ് ആയിട്ട് തോന്നുന്നുണ്ട്, അതാണ് ആ ക്ലിയർ ഉണ്ടാവും. ഓക്കെ, ഇങ്ങോട്ട് പറയേ. പിന്നെ ഇത് പുതിയ പെയിന്റ് ആണ്, പുതിയ സീറ്റാണ്, എഞ്ചിൻ വർക്കാണ്. നല്ല എഞ്ചിൻ വർക്കാണ്, ഗ്യാരണ്ടി തരാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ റെഡ് ഒരു കിളിക്കുഞ്ഞ് സ്ഥാനം അപ്പുറത്ത് നിൽക്കുന്നത് മോനെ. എല്ലാ വണ്ടികളും ഓരോന്നും ഡിസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ. ഡിസ്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടുതൽ റേറ്റ് ഇല്ല. ഡിസ്ക് ഉണ്ട് കൂടുതൽ നമ്മൾ കയറ്റണല്ലോ. അപ്പൊ ഞാൻ എടുക്കുമ്പോ ഡിസ്കിൽ എടുക്കണം. എല്ലാവരും ഡിസ്ക് ഡിസ്കോട്ടെ വിറ്റോളിട്ടോ. ഡിസ്കിന് 10 രൂപ ഉണ്ട്. എങ്ങനെ സംഭവം എന്താ അറിയോ, നമ്മൾ കയറ്റുമ്പോഴാണ് നമുക്ക് വരണുള്ളൂ. അല്ലാത്ത കേസിൽ നമുക്ക് അതിന് പൈസ ഇല്ല. പിന്നെ അത് നമ്മൾ കൂട്ടേണ്ട കേസില്ല. നോക്കുകയാണെങ്കിൽ ഡിസ്കുള്ള വണ്ടിയൊക്കെ എടുക്കണ നല്ലത്. ഒന്നുകൂടെ എങ്ങനെ നോക്കിയാലും ഒരു 6 രൂപ ചെയ്യുമ്പോ എന്തായാലും വരും. ഓക്കെ. എങ്ങനെയാണ് ഇതിന് ചോദിക്കുന്നത്? എത്ര മോഡൽ വരുന്നത്? ഇത് 27 പേപ്പർ, 27 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. പിന്നെ പുതിയ ഇൻഷുറൻസ് ഉണ്ട്. നമുക്കൊരു 90 രൂപ കൊടുക്കാം. 90 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം. പുതിയ പെയിന്റ് ആണ്, പുതിയ സീറ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ആണ്. ഇത് 100 ആണല്ലേ? 92 മോഡൽ. 92 മോഡൽ. ഓക്കെ. ഈ ഒരു ഗ്രീൻ ആണെങ്കിൽ ഏതാണ് മോഡൽ? 100 തന്നെയാണ്. എത്ര ചോദിക്കുന്നത്? 87 അവിടെ മുകളിലാണ് കേട്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല. ഓനക്കാണ് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ. ഓനക്ക് മടി മലയാളിയാണ്, ഇപ്പം വലിയ മലയാളിയാണ്. ഞാൻ ഇവനെന്നെ ശരിക്കറിയാം. അതായത് ഞാൻ ഇവിടെ വരുമ്പോൾ ഇവനെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്നുള്ളവനറിയാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മളെ മുജീക്കാനി മറ്റുള്ളവർക്കൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ മുജീക്കൊക്കെ വല്ലതോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ പട്ടിപ്പണി വരുന്നത് എൻ്റെ അടുത്തേക്ക് കൊണ്ടറിഞ്ഞ് നിന്നോ അനക്കോ പണി തരൂ. അതൊക്കെ മൂപ്പര് ആദ്യം അഡ്വാൻസ് ആയിട്ട് അവന് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്തത്, ഞാൻ വരുന്ന തരെ ഇപ്പം ഫുള്ള് റിലാക്സ് ആയി, പണിക്കാർക്ക് ചെക്കന്മാർക്കും ഫുള്ള് പണി കൊടുത്ത് ഞാൻ വന്നതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് എടുക്കാം വീഡിയോ, ഇതൊരു നല്ല പ്ലേസ് അല്ലേ. ഈ ടർഫിന്റെ കൊടുക്ക് കൊടുക്കണം. അവരുടെ ഷോപ്പ് നല്ല വീഡിയോ. ഷോപ്പിക്ക് നമ്മൾ പോകുന്നുണ്ട്. ഷോപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഇത്രയും വണ്ടി ഭ്രാന്തന്മാരും ഈ ഒരു ടൂ സ്റ്റോക്കിന് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഇത്രയും നല്ല ഷോറൂമുകളുള്ളത്. അതായത് ടൂ സ്റ്റോക്കിന്റെ 4 ഷോറൂം കേരളത്തിലുണ്ട്. അതും മലപ്പുറത്ത് 4 ഷോറൂം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇനി മറ്റു ജില്ലയിലുള്ളവരോട് കുയിന്തോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടക്കേടോ ഒന്നല്ല കേട്ടോ. നമ്മള് പേജ് വെച്ച് വിൽക്കുന്നുണ്ട്. അതെ, അത് വേറെ എല്ലാ ജില്ലക്കാരടുത്തുണ്ട്. എല്ലാ വീട്ടിൽ വെച്ച് കച്ചവടം ചെയ്യണവരുണ്ട് പല ആളുകളും. മലപ്പുറത്തും ഉണ്ട്, മറ്റുള്ള ജില്ലകളിൽ തിരുവനന്തപുരത്തും എല്ലാവരും ഇതിന്റെ ഭ്രാന്തന്മാർ തന്നെയാണ്.
പക്ഷേ നമ്മുടെ ഷോറൂം ഏറ്റവും കൂടുതലുള്ളത് അത് മലപ്പുറത്ത് തന്നെയാണ്. അത് ഞാൻ വിട്ടുതരില്ല. പക്ഷെ എല്ലാ വണ്ടികളെ പോലെയല്ല ഇത് ഷോറൂമിൽ വെക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വള്ളി കേസാ. ഇത് വണ്ടി കച്ചവടം വള്ളി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടൂ സ്റ്റോക്കില് ആ വള്ളി ഇത് കൂടെ ഉണ്ടാവും. ഏത് കടയിൽ നിന്ന് എടുത്താലും എത്ര കണ്ടീഷനിലുള്ള വണ്ടി എടുത്താലും 100% ആവൂല. ഞാൻ ഒരു കാര്യം പറയാം, ഏതൊരു ബിഗിനേഴ്സ് ഒരു പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിച്ച് ഒരു 18 വയസ്സായിട്ട് ഒരാൾ വണ്ടി എടുക്കുമ്പോൾ നേരെ പോയിട്ട് നിങ്ങൾ RX-100നെ പറ്റി അറിയാതെ പോയിട്ട് ഒരു വണ്ടി എടുക്കുന്ന ആളാണെങ്കിൽ എന്തായാലും ഓൻ പറയും ഞാൻ പറ്റിക്കപ്പെട്ടു ഇങ്ങനെയാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ അറിയാതെ വണ്ടി എടുക്കാൻ പാടില്ല. ഇതിനൊരു നേക്കാണ്. ആ നേക്കിൽ കൊണ്ടുവരുന്ന ഒരു പ്രശ്നമില്ല. രണ്ടാമത് കേസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലെ നിങ്ങൾക്ക് കാണാം. വൃത്തിക്ക് കൊണ്ടുനടന്നാൽ ഇത് ഈ ഒരു വണ്ടി ഇപ്പോൾ 90-ന് എടുത്ത ആള് ജസ്റ്റ് 6 മാസം കൊണ്ടുനടന്നിട്ട് ഇത് വിൽക്കുന്നത് 1 ലക്ഷത്തിനാവും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇത് 6 മാസം യൂസ് ചെയ്തിട്ട് വിൽക്കുന്നത് 1 ലക്ഷത്തിനാവും. 1 ലക്ഷത്തിനാവും. കാരണം നമ്മളിവിടെ 75,000 രൂപയ്ക്ക് നമ്മളെ ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോൾ വണ്ടി 135 കൊടുത്തു. ആ വണ്ടി നിങ്ങൾ 90 രൂപയ്ക്ക് തിരിച്ചെടുത്ത്. സത്യം പറഞ്ഞു 90 രൂപ. കാരണം എന്താ ഞങ്ങൾക്ക് ഇത് 1 ലക്ഷത്തിന് പോകുന്നുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ കമന്റ് ഇടാൻ വരും മറ്റേ ആളുകൾ, ഏത് ആ വണ്ടിയൊക്കെ നിർത്തും, ഇതൊക്കെ പൊല്യൂഷൻ അല്ലേ, പ്രശ്നമല്ലേ, മറ്റേതാണ്. ഞാനൊരു കാര്യം കൂടി വേറൊരു കാര്യം പറയാം. നമ്മൾ തന്നെ വീഡിയോ എടുക്കാൻ പോകുന്നത് എനിക്ക് ഡെലിവറി വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ MLA-മാരുടെ മക്കൾ കൊടുത്തില്ലേ? അതന്നെ എല്ലാവർക്കും ഡെലിവറി എടുത്തിട്ട്. അപ്പൊ ഇവരൊക്കെ പിന്നെ എന്തിനെടുക്കണത്? നമ്മളെ കോഴിക്കോട് പിന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരാളുടെ മകന് വേണ്ടിയിട്ട് ഒരു RZ പുള്ളിനോട് പറഞ്ഞു 1998 ഞാൻ പുതിയത് ഇറക്കിയിട്ടുണ്ടായ നമ്പർ എനിക്ക് മൈൻഡിൽ ഇല്ല. കാരണം ഞാൻ എന്റെ വണ്ടി തിരിച്ചെടുത്താണെന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ കഥ. അതെ, അപ്പൊ അങ്ങനെ ഉണ്ടാവും ആളുകൾ. അപ്പൊ എന്താ വെച്ചാല് ഇത് അങ്ങനെ നിർത്തി പോവുകയാണെങ്കിൽ പിന്നെ പോട്ടേക്കും. അതല്ല 2 സ്റ്റോക്കിനായിട്ട് ഒരു നിർത്തലുണ്ടാവില്ല. ഇന്ത്യയില് മൊത്തം പഴയ വണ്ടികൾക്ക് ഒരു നിയമം വരുന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ടാവാം. അല്ല 2 സ്റ്റോക്ക്. കാരണം എത്ര ശതമാനം പിന്നെ അതുമല്ല ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളുടെ അടുത്ത് മക്കളുടെ അടുത്തൊക്കെ ഈ വണ്ടി ഉണ്ടാവും. ഇല്ല അത്രയും കുറഞ്ഞ വണ്ടികളാണ്. അതെ, പിന്നെ ഷോ പർപ്പസ് ആണ് മെയിൻ ആയിട്ട്. ആളുകൾ ഇപ്പോൾ ഒരു നോർമൽ യൂസിന് പൊതുവെ അങ്ങനെ കോമൺ ആയിട്ട് എടുക്കുന്നതല്ല. ഇതൊക്കെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഷോ പർപ്പസ് ആണ് ഇത് മെയിൻ ആയിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ ആ വണ്ടി കണ്ടല്ലോ അവിടെ മുന്നിൽ കാണുന്ന, അതൊന്ന് കാണിച്ചു കൊടുത്താൽ ആ ഒരു കളർഫുൾ വണ്ടി ഉണ്ടല്ലോ, അതൊക്കെ റെന്റിന് പോകും. 4,000 റുപ്യക്ക് റെന്റിന് പോവാ വണ്ടി അല്ലേ? കല്യാണത്തിന് റെന്റിന് പോകും, ഫോട്ടോഗ്രാഫിക്കും മറ്റിനൊക്കെ. ഓക്കെ, നമുക്ക് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊന്ന് പറയാം. 90,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. അതും മറ്റേ ജപ്പാൻ മോഡലാണ് ഓൻ പറഞ്ഞ പോലെ. ജപ്പാനല്ലേ? ജപ്പാനാണ്. ഓക്കെ, ഇത് ജപ്പാനാണ്. ഇനി മലേഷ്യ, ഇന്തോനേഷ്യ ആസ്വദിക്കുകയാണ് നമ്മളെ പാർട്ണറാട്ടോ. അത് അവിടെ എൻജോയ്മെന്റ് ആണ്. എൻജോയ്മെന്റ് ഇപ്പോഴും അങ്ങോട്ട് എടുക്കണുള്ളൂ. ഇതുവരെ ഞങ്ങളതിന് എൻജോയ്മെന്റ്, ഓനതിന് ഫുള്ള് പണി. ഓക്കെ, അതിന് മുന്നേ മാമുക്കോന്ന് പറഞ്ഞ സീന. ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഷട്ടർ ഇടും പോകും, വിളിച്ചാ കിട്ടിയ കടയിൽ വന്നുള്ള സീൻ. അപ്പൊ മാമുക്കോയെ പറഞ്ഞ പോലെ തന്നെ കടയിൽ കസ്റ്റമർ വരുമ്പം എന്തായാലും കൃഷ്ണ ഇവിടെ പ്രശ്നം അടി കിട്ടുന്നില്ല. അടി കിട്ടുന്നു. നിങ്ങളൊക്കെ ഇനി കട കൂട്ടി പോയിന്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഓക്കെ വിളിച്ചിട്ട് വരണം. അത് വേറെ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രീന് RD-യുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത ഈ വണ്ടി എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് ഡിസ്ക് ഉണ്ട്, അടിപൊളി പവറുള്ള വണ്ടി. ഓക്കെ, പാടങ്ങെത്താൻ വാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞോ, പവർ ആയിക്കോട്ടെ. അടിപൊളി പവർ. ഈ വണ്ടി നേരത്തെ കണ്ട ആ ലാസ്റ്റത്തെ വണ്ടിയൊക്കെ നമ്മൾ തന്നെ സെയിൽ ചെയ്ത വണ്ടിയാണ് 1 ഇയർ മുൻപ്. ആ റേറ്റിൽ തന്നെയാണ് തിരിച്ചെടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതേ കണ്ടീഷനിലാണ് തിരിച്ചു തരുന്നത്. ഓക്കെ, പിന്നെ അതിൽ നിന്ന് ഒരു 5 to 10 നമ്മളെ പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മൾ വെക്കും. പക്ഷെ അപ്പൊ പറഞ്ഞു വരുന്നത് ഇതിന് ഞാൻ ഫുൾ പേയ്മെന്റ് കൊടുത്തില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു അത് വേണ്ട, വിറ്റിട്ട് തന്നാൽ മതി. ഓക്കെ, വേറെ ലെവൽ തന്നെ കേട്ടോ സാധനം അല്ലേ? പവറും ഉണ്ട്, ബീറ്റും ഉണ്ട്. നമുക്ക് ഇതിന് ഫ്ലൂട്ട് ഒക്കെ വേണമെങ്കിൽ മാറ്റി കൊടുത്തുകൂടെ? എങ്ങനെയും ഫ്ലൂട്ടിന്റെ കാര്യത്തിൽ നമ്മളോട് ആരും തർക്കിക്കൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തന്നെ സാധനം ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് ഉണ്ട്. ആദ്യമൊക്കെ നമ്മളത് 800 രൂപ 900 രൂപക്കൊക്കെ സെയിൽ ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ പലരും 300 രൂപയുടെ പൈപ്പിന്റെ ഫ്ലൂട്ട് വെച്ചിട്ട് സെയിൽ ചെയ്യൽ തുടങ്ങി. അപ്പൊ കുറച്ച് പേരൊക്കെ അത് കൂടുതലാണ് റേറ്റ് എന്നുള്ള രീതി പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫ്ലൂട്ട് നിർത്തി, സെയിലിംഗ് നിർത്തി. അപ്പൊ കുറച്ച് വർക്ക്ഷോപ്പ് പേർക്ക് റീസ്റ്റോർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാ വണ്ടിക്കും ഇടുന്നുണ്ട്. അല്ലാതെ ഫ്ലൂട്ട് സെയിലിംഗ് നിർത്തി. നമ്മൾ ഷീറ്റ് വെച്ചിട്ട് ചാമ്പർ ഷീറ്റ് വെച്ചിട്ട് ചെയ്യാണ്. അത് ഏകദേശം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു 200 രൂപയുടെ ഒക്കെ താഴെ കണ്ട്, അതായത് ഞാൻ ഇപ്പോൾ ഒരു 800 രൂപ ഒക്കെ പറഞ്ഞു, ഏകദേശം 600-700 രൂപയുടെ ഒക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്നിട്ട് ചെയ്യുന്ന സാധനം ഒരു സാധനത്തിന്. അങ്ങനത്തെ ഒരു 100 അടിച്ചു വെച്ചിട്ട് നമ്മൾ എടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ബഡ്ജറ്റ് കൂടണ്ട വെച്ചിട്ട് ഊരി വെക്കുന്നതാണ്. അതേസമയം 2 സെറ്റിന് വിത്ത് കാറ്റ് നമുക്ക് വിത്ത് കാറ്റിൽ കിട്ടിയതാണ്. അത് ഊരി എനിക്ക് 10, 12, 15 രൂപ ഉണ്ടാക്കാം. പക്ഷെ അത് ആദ്യമേ വെച്ചിട്ട് നിന്റെ ഇതിൽ ഓഫറിൽ കൊടുക്കാം. നല്ല കുറവ്. നമുക്ക് ഇതിന്റെ റേറ്റ് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞാലോ. 92 രൂപ. 92 രൂപ. ഓക്കെ,
ഒരു ബ്ലാക്ക് സ്കോഡ് ഒരു അടിപൊളി ഇത് കൺവേർട്ടഡ് സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൺവേർട്ടഡ് ഷോഗണാണ്. അതായത് സാമുറായി 2000 മോഡൽ വണ്ടി. ഓക്കെ, ഈ വണ്ടി ഇവിടെയുള്ള എല്ലാ സാമുറായി കൺവേർട്ടറിനേക്കാളും പവറാണ്. എടുത്ത് പോവും ഓടിച്ചോ. ഏകദേശം ഒരു മിനി ഷോഗണ്ട പവർ. ഷോഗണ്ട പവർ അല്ലേ, ഒരു പവർ സാധനം തന്നെ കേട്ടോ. ഇതിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടിയാ. ആ ഒരു എണീച്ച് നിൽക്കുന്ന ആ പവർ, അതായത് ഫ്രണ്ട് ഒക്കെ ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സൂപ്പർ. ടയർ നോക്ക്, ഓഫ് റോഡിനൊക്കെ പോകാൻ പറ്റിയ ഓഫ് റോഡിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മളെ ബാൻഡിഡോസിന്റെ പരിപാടിക്ക് എന്താ ഈ വരാഞ്ഞേ? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എന്ത് നഷ്ടമായില്ലേ ബാൻഡിഡോസിന്റെ. ഞാനിപ്പോ ആ ബാൻഡിട്ട് എടുക്കാണ്, ഞാൻ പോയിനെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട്, വേറെ ഒന്നുണ്ടായിട്ടല്ല. കഴിഞ്ഞ തവണ പോയിന്, കഴിഞ്ഞ ഓക്കെ. പക്ഷെ ചെറിയ പരിപാടികൾ വൻ കളി മിസ്സായി. അത്രയും ആളുകളുണ്ടായിരുന്നു. ഒരു 15,000 ആളുകളെ എക്സ്പെക്ട് ചെയ്ത ഓല് 25,000 മേലെ ആൾക്കാർ വന്ന്. അടിപൊളി അടിപൊളി പരിപാടി കണ്ടുപോലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുന്നുണ്ടോ ബാൻഡിഡോസ് സൈനപ്പ്. ഓക്കെ, ഇതിന്റെ കാര്യങ്ങൾ പറ. ഇത് പിന്നെ 27 എന്തോ ആണ് പേപ്പർ ഉള്ളത്. ഓക്കെ, പിന്നെ ഫുള്ള് മെമ്മറി കയറ്റി എടാ മോനെ പറ. വണ്ടി ഉണ്ട്, കുറെ വണ്ടികളുണ്ട്. അതോന്നും അറിയില്ല, ക്ഷമിക്കുന്നു. കുറെ വണ്ടികളുണ്ട്. പക്ഷെ ഇത് കൊണ്ടോണിന് വെറുത്തായിരിക്കും. നല്ല പവറാണ്. 65,000 രൂപ റേറ്റ് വരുന്നുണ്ട്. പക്ഷെ ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഒരാളും കുറ്റം പറയില്ല. ഞാൻ ഉറപ്പ് തരാം. അങ്ങനെ പറഞ്ഞു ഞാൻ പെട്രോൾ പൈസ കൊടുക്കും. അങ്ങനെയാണോ? ഓ പാട്ടോ ഇവിടെ എടുക്കല്ലേ, മറ്റേ വണ്ടിനൊന്ന് ഷെയ്ക്കായി. ഇത് നല്ല പവറാട്ടോ. അതായത് ഇപ്പൊ നമ്മളെടുത്തുള്ളിൽ റേറ്റ് കൂടിയ വണ്ടിയാണ്. ഇത് കസ്റ്റമർ തന്നപ്പോ തന്നെ പവർ ഉണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇതിന് പണികളുണ്ടായി, നമ്മളാണ്ട് എടുത്ത് എടുക്കാതെ കൊടുക്കാതെ വിചാരിച്ചു. റേറ്റ് പറഞ്ഞാൽ 65 കൊടുക്കാം അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞല്ലേ, ഇനിയിപ്പോ നമുക്ക് ഇതിനുള്ള വെറുത്തുണ്ട് സീരിയസ്ലി. അതെ, ആത്മാർത്ഥമായിട്ട് ഇതേപോലെ പവറുള്ള വണ്ടി എന്ന് പറയുമ്പോൾ ആ വണ്ടിക്ക് ഒരു പവർ. ഞാൻ വെറുതെ പറയില്ല, സീരിയസ് ആയിട്ട് പറയാം. ഈ വണ്ടി ഞാനൊരു കണ്ടീഷൻ പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കും. നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. സീരിയസ്ലി പറഞ്ഞ വാക്ക് അല്ലേ? കണ്ടീഷൻ ഇല്ലെങ്കിൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് കുറവായിരിക്കും. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് വന്ന് തുടങ്ങണം. ഇത് ഏതാണ് മോഡൽ? ഇത് സെയിം 2000 മോഡൽ. ഈ 2000 മോഡലിനാണ് മറ്റേ റൗണ്ട് ഷോഗണ്ട ടൈപ്പ് മീറ്റർ വരുന്നത്. ഫ്യൂൽ മീറ്റർ വർക്കിംഗ് ആയിക്കാരത്. ഓക്കെ, അപ്പോൾ ആ ടൈപ്പ് വണ്ടി. ഇത് കളറൊക്കെ ചെയ്തതാണ്. ഇത് 26 വരെയാണ് പേപ്പർ. ടിസ്റ്റർ മർഗാർഡ്. ഈ വേറൊരു കാര്യം, ഈ ടിസ്റ്റർ മർഗാർഡ് ചെയ്യാൻ നമുക്ക് 1000 രൂപയുടെ ചെലവാ. അതായത് ടിസ്റ്റർ മർഗാർഡ് പ്ലസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. ബിൻഷാദ് അല്ലേ? ഫുൾ പർച്ചേസ്. ഇത് കായ്ക്കലുള്ള കേട്ടോ, ഇത് കായ്ക്കലുള്ള. അതേപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാത്തിരിക്കണം അല്ലേ? അല്ലേ, ഉണ്ടാവും. ഇത് കുറച്ച് റിസ്ക് ആണ്. ഇത് വേറെ ലെവലാണ്. നിങ്ങൾ ആക്കിക്കോളി, നിങ്ങളും ആക്കിക്കോളി. ബിൻഷാജ് പോവാ പവറാണ്. അവിടെ നിന്ന് പവർ. ഓക്കെ, ഇതിന് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 60 ചെയ്ത് കൊടുക്കാം. 60 ചിലപ്പോ അടുത്ത വീഡിയോ എടുക്കാൻ വരുമ്പോ 70 ചെയ്ത് കൊടുക്കാം. അങ്ങനെ കാര്യം എന്താ വെച്ചാല് ഇത് കൂടും. പവറുള്ള വണ്ടി ഇപ്പൊ ഈ 65 പറഞ്ഞ വണ്ടി ഇതാ. ഇത് ആരെങ്കിലും ഇവിടെ കൊടുത്തിട്ട് 58 പറയുകയാണെങ്കിൽ, അതായത് ഈ കണ്ടീഷനിൽ ഈ പവറിലുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ കൊടുത്ത് വിടും. സീരിയസ് ആയിട്ട്, വെരി സീരിയസ്, എല്ലാം സീരിയസ് ആയിട്ടാണ്. ഷാവലിൻ 5 ഗിയർ. ഓക്കെ, 5 ഗിയർ 5 ഗിയറുള്ള ഷാവലിൻ 29 വരെ പേപ്പർ. എങ്ങനെ ചോദിക്കണം? 78 രൂപ. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമന്റ് ഇടണം കേട്ടോ. കാര്യം നമുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു അഭിപ്രായം അറിയണം. അതായത് ഏതാണ് ഏറ്റവും. പിന്നെ ഇന്റെ 2 വണ്ടികളൂടെ ഇരിക്കുന്നുണ്ട്. ഒരു ഷോഗണ്, ഒരു RZ. ഇത് രണ്ടും നോർമലി സെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന് ഇന്റെ വണ്ടികള്, രണ്ടാമത് അതിന്റെ പ്രൈസ് അത്രയാണ്. 10 ലക്ഷം തന്നാലോ? 10 ലക്ഷം ഇല്ല, തരില്ല. തരില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാണോ? 10 ലക്ഷം തന്നാൽ എന്തായാലും തരില്ല. അതായത് ഈ പറഞ്ഞ 2 വണ്ടി 20 ലക്ഷം തന്നാ വരും. പൈസൻ്റെതല്ല. അങ്ങനെ അതാണ് ചോദിച്ചത്. ആ ഫീലിംഗ് ഉള്ളിൽ നിന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ. വേറെ വണ്ടികളുണ്ട് ഞാൻ യൂസ് ചെയ്യണം. ഈ അതിലും പവറുള്ള പോലെ തരാം. ഞാൻ എന്റെ കുട്ടീനെ പോലെ കൊണ്ടിരിക്കണം വണ്ടി. കാരണം ഞാൻ എന്റെ കോളേജ് ടൈം നമ്മൾ ഈ 3 ആളെ വെച്ച് പോണ ഒരു ഫീല് ഒക്കെ കിട്ടിയ വണ്ടിന്റെ സെറ്റ്. ആ 3 ആളെ വെച്ച് പോണ കാലം തിരിച്ചെടുത്താണ്. അതല്ല ഞാൻ പറഞ്ഞേക്ക്, നമ്മളൊരു കാലത്ത് ബൈക്ക് മേലൊക്കെ 3 ആളും അതുപോലെ തന്നെ സോറിയും പറഞ്ഞ് ഹെൽമെറ്റ് ഒക്കെ ഇടാതെ നോയും പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു ഫീല്, അത് വേറെ. അത് 90s കിഡ്സ് ആയിട്ടുള്ള നമ്മളെ പോലത്തെ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ. അതിന് ശേഷം വന്ന ഈ 2000-ന് ശേഷമുള്ള ആളുകൾക്ക് കുറഞ്ഞ സമയം കിട്ടിയെങ്കിൽ കിട്ടി.
പക്ഷേ അത് നമുക്കത് വേറെ ലെവൽ ഫീൽ ചെയ്യണേ. പടത്തിന് പോകാനാണെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാനാണെങ്കിലും 3 ആള് കയറിയിട്ട് ബൈക്കുമ്മ പോകണം, ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇല്ലീഗൽ ആയാലും പറയാണ്. ഇപ്പോഴും ഞാൻ തമിഴ്നാടൊക്കെ നമുക്ക് മെമ്പേഴ്സ് അവിടെ കർണാടകയും തമിഴ്നാടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ചിലപ്പോ അവിടെ വല്ല പ്രോഗ്രാമോ അല്ലെങ്കിൽ കാര്യത്തിന് വേണ്ടി പോകുമ്പോ ഇപ്പോഴും 3 ആള് വെച്ച് പോകും ആ ഒരു മൂഡിന്. തമിഴ്നാടൊന്നും ഒരു പ്രശ്നമില്ല, പോലീസുകാരുണ്ടോ ഇങ്ങനെ പോകും, അവിടെ ഹെൽമെറ്റും വേണ്ട, ഒന്നുമില്ല. സംഭവം സേഫ്റ്റിക്കാണ് നമ്മളോടൊക്കെ പറയുന്നത്, സേഫ്റ്റി ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും അതൊരു വേറെ ഫീൽ ചെയ്യുന്നു. പണ്ട് അങ്ങനെ ഇതേപോലെ തന്നെ 3 ആളെ വെച്ചാണെങ്കിലും പറപ്പിച്ച് പോവേ കുത്തിമറിച്ചിടേ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴാണ് പവറുള്ള വണ്ടികൾ വരാൻ തുടങ്ങിയത്. നിയമം സ്ട്രോങ് ആക്കേണ്ടി വന്നതാണ്. ക്യാമറ കാര്യങ്ങൾ ടെക്നോളജി മാറി, നമുക്ക് അതിനനുസരിച്ച് നിൽക്കാം പറ്റൂ. ഓക്കെ, അതെ. ഇത് ഷാവലീനാണ്, പിന്നെ 29 വരെ പേപ്പർ നമ്മൾ ടാക്സ് എടുത്തതാണ്. ഈ വണ്ടി ഫുള്ള് എഞ്ചിനും കാര്യങ്ങളും ഓക്കെയാണ്. കളറുകൾ പറഞ്ഞത് ചെയ്തുതരും. ഇതിന്റെ ഷോഗൺ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ വണ്ടി ഈ പറഞ്ഞ നമുക്ക് വെയിറ്റിംഗിൽ ഇടാം ആളുകളെ. ആ വണ്ടി നിഷാദിന്റെ വണ്ടി വെയിറ്റ് ചെയ്ത് കണ്ടോളി. നിഷാദിന്റെ വണ്ടി സ്കിപ്പ് ചെയ്യരുത്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാര്യം ഒരു 16 മുതലുണ്ട്. പിന്നെ ആ സെറ്റ് അതുപോലെ തന്നെ മൂപ്പര് പണിപ്പിച്ച വണ്ടിനെ പറ്റിയൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞുതരാണ്ട്, പിന്നെ ബാക്കിലുള്ള വണ്ടികൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. ഇത് അങ്ങോട്ട് മറ്റേ ഓക്കെ വാ. ഇതിന്റെ റേറ്റ് പറഞ്ഞോ? 78 ആണ്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് കൺവേർട്ടഡ് ഷോഗണാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ പലർക്കുള്ള സംശയം ഇതെന്തായിരുന്നു, സാധാരണ നമ്മൾ ഏതൊരു ഷോറൂമിൽ വീഡിയോ എടുക്കാവുമ്പോഴും കസ്റ്റമറെ ഷോറൂമത്തെ ഓർഡർമാരെ ഞാൻ പിടിച്ച് നീപ്പിച്ച് പവറാക്കിച്ചല്ലേ. പക്ഷെ അന്നച്ച് പവറാക്കിച്ച കച്ചറില്ല. അതെന്താ നോർമൽ ഇപ്പോൾ ഓരോരുത്തർക്ക് നേച്ചറാണ്. ഇവനെ എനിക്ക് എന്തായാലും പവറാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മൂഡിൽ കാണാം വീഡിയോ, വേറൊരു മൂഡ്, അതായത് വൈബായിട്ട് കാണാം. ഈ വണ്ടി ഒരു കൺവേർട്ടഡ് ഷോഗണാണ്. നമുക്ക് ഒരു 60 രൂപക്ക് ഏത് കളറിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലും കുറക്കാം. കൊറേ വേണമെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, നമ്മള് ഓഫർ വണ്ടി എനിക്ക് തരാനുള്ളത് ബാക്കിൽ വരുന്നുണ്ട്. ആർക്കും പറ്റാത്ത ഓഫറിൽ നമ്മൾ കൊടുക്കണേ, ആർക്കും കൊടുക്കാൻ കഴിയില്ല. മിക്കവാറും ആ വണ്ടി ഞാൻ വാങ്ങി കൊണ്ടുപോകുന്ന അങ്ങനെയാണെങ്കിൽ കസ്റ്റമേഴ്സിന് മാത്രമേ തരുള്ളൂ. അത് മാന്യത, അത് മാന്യത. എനിക്ക് തരരുത് ജീവൻ, ചോദിച്ചാലും തരരുത്. ഈ നേരത്തെ എന്നോടൊന്നും ചോദിച്ചല്ലോ, തരില്ല. ഓക്കെ, മാന്യമായിട്ട് അന്തസ്സോടെ പറയണുണ്ടോ? പോത്തോക്കെയാണ്ട് ഒരു ഡിസ്ക് ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ, കൺവേർട്ടഡ് ഷോഗൺ അല്ല. അതെ, കൺവേർട്ടഡ് ഷോഗൺ മാക്സ് സെന്ററിന്ന് കൺവേർട്ടഡ് ഷോഗൺ. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം ഒരു 45 രൂപ. 45 രൂപയ്ക്ക് നമുക്ക് ഞാൻ എന്റെ പേജിലൊക്കെ ഇട്ടേ ഓക്കെ 46 ഇട്ടേ 46 ഇട്ടേ. ഫുട്ബോളിന്റെ ഇട്ടാ വേണമെങ്കിൽ ഇതൊന്നും കഴിഞ്ഞിട്ട് മലപ്പുറം കേൾട്ടണ്ടാ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന മാക്സ് 100. അത് കൺവേർട്ടഡ് ഷോഗൺ. ഈ കൺവേർട്ടഡ് ഷോഗൺ എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും. സംഭവം ഈ മാസ്ക് ഒക്കെ ഇട്ട അതിന്റെ പേര് അങ്ങനെയാണ്. തൃശ്ശൂർ എറണാകുളം ഭാഗത്ത് നിന്ന് 2-3 വർഷം മുന്നേ വന്നൊരു ട്രെൻഡിങ് ആണ് കൺവേർട്ടഡ് അല്ലേ. ഓക്കെ, നമുക്ക് അങ്ങനെയാണ് ചോദിക്കണം. ഇതിന്റെ പഴയ ഓണറൊക്കെ ചിലപ്പോ ഈ വണ്ടി കണ്ട കുട്ടാപ്പി ഇത് എന്താടാന്ന് പറയും. എന്താടാ ഇറക്കിയിട്ടുണ്ടാവുക പക്ക മാത്സ് ആയിട്ട്. ഈ മോഡൽ ഒരു കഥ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. ഓക്കെ, നമുക്ക് 43 രൂപ കൊടുക്കാം. 43 രൂപയ്ക്ക് കൊടുക്കാം ഗൈസ്. ഓക്കെ, അത് പേപ്പർ ഉണ്ട്, അത് പേപ്പർ ഉണ്ട്. എല്ലാ വണ്ടിക്കും പേപ്പർ സഹിതം വിത്ത് ഒക്കെ. നമുക്ക് അതർ രജിസ്ട്രേഷൻ വണ്ടികൾ ഇവിടെ ഉണ്ടോ നമ്മുടെ നാട്ടിലല്ല? നമ്മള് ചെയ്യുന്നില്ല. നമ്മളെ നാട്ടിലത്തെ കേരള ഒള്ളിയിലാ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു വണ്ടി, ഇത് ഏകദേശം ഒരു 60 രൂപ റേഞ്ചിൽ വരുന്ന വണ്ടി. പിന്നെ 28 വരെ പേപ്പർ. ഇവിടെ പേപ്പർ കൂടിയെന്ന് വിചാരിച്ചിട്ട് നമ്മള് വലിയൊരു റേറ്റ് മാറ്റം വരുന്നു. സംഭവം എൻ്റെ അടുത്ത് അതിനാ റേറ്റ്, ഡിസ്കിൽ റേറ്റ് ഇല്ല, പേപ്പറിൽ ഞാൻ ഏകദേശം റേറ്റ് ആണെന്ന് പറയാം. ലോന് വണ്ടിക്ക് വില കാണാത്ത ആളാ. സംഭവം നല്ല വില ഉണ്ട് എല്ലാ വണ്ടി, കാരണം തലമണ്ടക്ക് കിട്ടും. ഒരു മിനിറ്റ് ഈ പറഞ്ഞതില് 5000 10,000 ഞാൻ പറയണേ കണ്ടീഷൻ അനുസരിച്ച് ഈ റേറ്റ് കുറഞ്ഞ ഏതൊരാൾക്കും നമ്മളെ ഷോറൂമിൽ വണ്ടി കൊടുന്നേരാം, നമ്മൾ എടുക്കാം ഈ പറഞ്ഞ. കാരണം ഇത് കിട്ടാനില്ല. വണ്ടി ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടോ? കടയ്ക്ക് വരും ഉണ്ടെങ്കിൽ കൊണ്ടിട്ടോ. എക്സ്ചേഞ്ച് ഇവിടെ അവൈലബിൾ ആണ്. കാരണം എന്താ അറിയാ, ഇത് ഓടി നടന്ന് പർച്ചേസ് ചെയ്യാം, എന്നിട്ട് വർക്ക് എടുത്തിട്ടൊക്കെ. അല്ല, നമുക്കിപ്പോ 4 സ്ട്രോക്ക് വണ്ടി ഉള്ള ഒരാൾക്ക് ഇങ്ങനെ പൂതി ഉണ്ട് കൂട്ടിക്കോ, ഈ 2 സ്ട്രോക്ക് വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താണ് സൊല്യൂഷൻ? നമുക്ക് എടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് തീർക്കുകയാണെങ്കിൽ, അതായത് എല്ലാം ഒന്നും അല്ല, ഇവിടെ തൊട്ടടുത്ത കടകളിലൊക്കെ എടുക്കുന്ന വണ്ടികൾ എടുത്തിട്ട് നമുക്ക് അതിന് റെഡി പേയ്മെന്റ് അങ്ങനെ ചെയ്ത് അറേഞ്ച്മെന്റ് സെറ്റ് ആക്കി കൊടുക്കാം അല്ലേ. പിന്നെ നിങ്ങൾ ഫിനാൻസിന് കൊടുക്കേണ്ട വണ്ടി വിളിച്ചോളിട്ടോ, അല്ലെങ്കിൽ ഫിനാൻസ് ഇല്ല. ഓക്കെ, EMI ഇല്ലട്ടോ, EMI ഇല്ല, അതിന് വിളിക്കരുത്, അത് കുടുംബം ചിലപ്പോൾ നമ്മള്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന വണ്ടി, കാരണം ഈ വണ്ടികളൊന്നും EMI എടുക്കാൻ പറ്റിയ വണ്ടികളാണ്, സത്യം പറയാണ്. ഇത് ഏകദേശം ഒരു 55 രൂപ. വിളിച്ചോ?
എനിക്ക് EMI കിട്ടാണ്ട് ഞാനത് ചെയ്യാത്തതാണ്. EMI ചെക്കന്മാർ ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഒരുപാട് പേരുണ്ട്. അത് വേണ്ട, ചോറയിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. പള്ളി കേസാണ് പള്ളിയാണ്. ഓ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ നെക്സ്റ്റ് വണ്ടി വെറൈറ്റി കളറാ. ഇമാതിരി കളറൊക്കെ കേരളത്തിലൂടെ എന്റെ അഭിപ്രായത്തിൽ ഇതാരും അടിച്ചില്ല. നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ കളർ. ഈ കളർ എവിടെ കണ്ടോ? അതിൽ കാണുന്നുണ്ട് ശരിക്കും. പിന്നെ പിന്നെന്താ കാണില്ലേ? സെയിം ആയിട്ട് കിട്ടും. സെയിം എല്ലാ കളറും കിട്ടൂല. കിട്ടും. ഈ ഒരു കളറിന് കിട്ടും. എന്താ കിട്ടണില്ലേ? എനിക്ക് കാണാൻ അതേമാതിരി. ഇത് ഏതാ കളർ? നിങ്ങളൊന്ന് ഗസ് ചെയ്താണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു റോസ് റെഡ് എക്സ്പെൻസീവ്. ഒരു എക്സ്പെൻസീവ് ആണോ? എത്ര എക്സ്പെൻസ് ഉണ്ടാവും? ഒരു 6,000 രൂപ വന്നാണ് ഈ പെയിന്റ് അടിക്കാൻ. നോക്കിയില്ല, ഒന്നൊരു വെറൈറ്റി എടുക്കട്ടെ. ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആക്കിയല്ലേ. സൈലൻസർ ഒരു RX കട്ട് ചെയ്ത് സെറ്റ് ആക്കി സൗണ്ട് ആ ടൈപ്പ് വരാൻ വേണ്ടി. സൗണ്ട് ആ ടൈപ്പ് വരാൻ അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ചോദിക്കണം? പറയും 55 ചെയ്ത് കൊടുക്കും. കളറിനുള്ള റേറ്റ് ഒന്നും ചോദിച്ചില്ല. അല്ല, നമ്മൾ എന്താ അറിയോ, കമന്റ് ബോക്സിൽ 1-2 പേർക്കൊക്കെ തമാശ പറയാ. ഇത് റിയാലിറ്റി ആണ്. കുറഞ്ഞൊന്നും ആരും തരുന്നില്ല. ആരും തരൂല. ആരും തരുന്നില്ല. കൊണ്ടിട്ട് നമ്മൾ റെഡി പൈസ. ഞാൻ പറയില്ല 5-10 കുറച്ചിട്ട് എല്ലാ വണ്ടി ഇവിടെ പറഞ്ഞ വണ്ടിയിലൊക്കെ 5-10 കുറച്ചിട്ട് സെയിം കണ്ടീഷൻ ആണ് നമ്മൾ എടുക്കും. കാരണം ഈ പർച്ചേസ് ചെയ്യാൻ വരുന്നത് തെണ്ടി നടക്കണ്ടല്ലോ. അതാണ് ഇവരെന്താ വെച്ചാൽ ചില ആളുകൾ നമ്മൾ വണ്ടി വാങ്ങാൻ പോകുമ്പം 50 പറഞ്ഞ വണ്ടിക്ക് അല്ലെങ്കിൽ 1 ലക്ഷം പറഞ്ഞ വണ്ടിക്ക് ആ വണ്ടി അടത്തുമ്പോൾ ചിലപ്പോൾ പറയും ഓല് കുറച്ചുകൂടി പൈസ കൂട്ടി വേണം, അല്ലെങ്കിൽ ഇത് നമ്മൾ പോയ കണ്ടീഷൻ ഉണ്ടാവില്ല, അപ്പോൾ തിരിച്ചേ വരും. അങ്ങനെ കുറേ നഷ്ടങ്ങളും ലാഭങ്ങളൊക്കെ അതിലുണ്ട്. നമ്മളെ ധരിച്ചു പോണ സീനുകളൊക്കെ ഉണ്ട്. ചില വണ്ടി ഇവിടുന്ന് പറയണത് പിൻ ടു പിൻ എന്നാണ്. ശരിയാണ്, 6 വർഷം മുന്നൊക്കെ പിൻ ടു പിൻ അതിന്റെ കണ്ടീഷൻ കണ്ടിട്ട് നമ്മള് ഈ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ പോയിട്ട് തിരിച്ചു വരണ എത്ര സാഹചര്യം. അങ്ങനെ കുറെ സാഹചര്യം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ആ അവസ്ഥ ഉണ്ടാവില്ല. ഇവിടെ നിന്നല്ല ഒരു ഷോപ്പിലും ഉണ്ടാവില്ല. ഷോറൂമുകളിൽ നിന്നാണ് നിങ്ങൾ വണ്ടി എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ അവസ്ഥ ഉണ്ടാവില്ല. ഇപ്പൊ മേ ബി ഒന്ന് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ തന്നെ കാറ്റ് സൈലൻസർ വേണം. ഓക്കെ, കാറ്റ് സൈലൻസർ നമ്മൾ ചെയ്തരാം. ഡിസ്ക് വേണം. ഓക്കെ, നമ്മൾ ഡിസ്ക് ചെയ്തരാം. കളർ വേണം. ഓക്കെ, നിഷാദാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഏത് വണ്ടി ആണെങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏത് കളറും സെറ്റാക്കി തരാം. അതോടെ കളറിന്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചാൽ അതും വിത്ത് ക്വാളിറ്റി പെയിന്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ബ്ലൂ കളർ ഒരു 52 രൂപ റേഞ്ചിൽ മാറ്റ് സെന്റേഡ് ആണ്. അത്യാവശ്യം നല്ല പണ്ട്. ഇത് നല്ല കോസ്റ്റ് പെയിന്റിംഗ് ആണ്. പിന്നെ ടയർ കാര്യങ്ങൾ പുതിയതുണ്ട്. ടയർ കാര്യങ്ങളെല്ലാം എന്താ അറിയോ, ഇങ്ങനത്തെ ഒരു മാറ്റ് സെന്റേഡ് നോർമൽ മാറ്റ് സെന്റേഡ് എടുത്ത് ഇങ്ങനെ ആക്കണമെങ്കിൽ ഒരു 20 രൂപ ഒക്കെ വേറെ എന്തായാലും എക്സ്പെൻസ്. ഓക്കെ, അതുപോലെ തന്നെ മാക്സ് സെന്റർ പണി എടുക്കാതെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു 30 രൂപ 25 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന 29 വരെ പേപ്പർ. 29 വരെ പേപ്പർ മാറ്റ് സെന്റേഡ് 29 പവറിൽ മാക്സ് സെന്റർ പവറിൽ സെയിം റേറ്റ് സെയിം. ഇതൊക്കെ കളർ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി കളർ. ഒക്കെ കളറുകൾ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് 29 വരെ പേപ്പർ. മാക്സ് സെന്റർ ഒന്ന് സ്റ്റാർട്ടാക്കി എടുത്താൽ നമുക്ക്. നല്ല വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് വണ്ടി. ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു കൊടുക്കുക. ആ പവർ ഒന്ന് കാണട്ടെ. എണ്ണ കമ്മി ഉണ്ടോ? ഉണ്ടാവില്ല, എണ്ണ ഉണ്ടാവും. എന്നൊരു ചെറിയ മഴത്തുളുമ്പലൊക്കെ ഉണ്ട്. എന്നാലും നിഷാദ് പറഞ്ഞ എന്താ വെച്ചാല് ഓക്കെ മാക്സ് 100 അല്ലേ? മാക്സ് 100. ഓക്കെ, ഇപ്പൊ ഈ കുറച്ച് പേപ്പർ നോക്കണേ, കുറച്ച് ഒരു സ്മൂത്ത് വണ്ടി നോക്കണേ, കുറച്ച് ഹൈറ്റ് ഒക്കെ ചെയ്ത് വണ്ടി നോക്കുന്ന ആൾക്ക് കണ്ടോ ഒരു സെറ്റിന്റെ ഏകദേശം ഹൈറ്റ് ഉള്ള ഒന്നും നോക്കണ്ട, നല്ല അടിപൊളിയായിട്ട് പോവാം അല്ലേ? എത്ര റേറ്റ്? അതിന് ഒരു 53 രൂപ കൊടുക്കാം. നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ചെറിയൊരു ലൈറ്റ് തുളുമ്പുന്ന മഴ പോലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതൊന്നും മെയിൻ ആക്കിയിട്ടില്ല. മഴ നമ്മളെ തലയിൽ ഇങ്ങനെ ഉറ്റി വരുന്നുണ്ട്. നിങ്ങൾ വീഡിയോയിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്ന സമയത്തൊക്കെ ഉണ്ട് മഴ. എന്നാലും നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചത്. നമ്മളിന്ന് മെനക്കെട്ട് ഇറങ്ങിയതാ. എന്തായാലും വീഡിയോ എടുത്തിരിക്കും. ബുക്കിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന്. ആർക്ക്? അന്നേ പോയാ ചോദിച്ചു. ഞാനൊക്കെ വിളിച്ചു അപ്പനെ വരല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് ഏകദേശം 65 രൂപ വരും. 65 രൂപ. ഓ, അവിടെ കിടക്ക് മോജോന്റെ ഡിസ്ക്. സോറി, NS-ന്റെ ഡിസ്ക്. ഓക്കെ, NS-ന്റെ ഡിസ്ക് ആണ്. അതൊന്ന് കാണിച്ചു കൊടുത്താ. NS-ന്റെ ഡിസ്ക് കാര്യങ്ങളെല്ലാം 5 രൂപ 10 രൂപ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ചില വർക്കുകൾ ചെയ്തു നമ്മൾ എടുത്തിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്താ പറയാത്തെന്ന് അറിയോ, അതായത് ഇതിപ്പോ ക്വിക്ക് ത്രോട്ടിൽ ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. NS-ന്റെ ഡിസ്ക് കുറെ ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പെയിന്റ്. ഇത് ഉള്ളിൽ പൊട്ടുണ്ട്, പക്ഷെ ഇത് നമ്മൾ വേറെ അടിച്ചു വെച്ചാണ്. അവർക്ക് കസ്റ്റമർക്ക് കൊടുക്കാം അല്ലേ? നല്ല തന്നെ കൊടുക്കാം. അതായത് ഇത് പുതിയത് അടിച്ചു വെച്ചാണ്, അതാണ് കൊടുക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇരുന്നോട്ടെ പൊട്ടുമ്പോ എന്താ ഇതിന് മോഡിഫിക്കേഷൻ ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞുതരാത്ത എടുത്ത് പറയാ. ഞാൻ എന്താ എടുത്ത് പറയാത്ത വെച്ചാല് ഒന്ന് നമുക്ക് അൽഹംദുലില്ലാ വണ്ടികൾ പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, എന്റെ വീഡിയോ കാണുന്നവരായാലും കാര്യങ്ങൾ അറിയുന്ന ആളുകളേക്കാരം. അപ്പൊ അവര് നമ്മളെ കാട്ടി ഇത് നോക്കുന്നുണ്ട്. ഒരു വണ്ടിക്ക് ആ റേറ്റ് പറയുമ്പോൾ അത്
പ്രോഫിറ്റ് ആണോ നഷ്ടമാണോ എന്ന് നമ്മളെക്കാളും അറിയുന്നത്. അപ്പൊ അത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയാത്തത്. ഇത് 65 എന്ന് പറയുമ്പോൾ അതിനുള്ള സാധനങ്ങൾ ഇതിമുണ്ട്, അത്യാവശ്യം പേപ്പർ ഉണ്ട്, ചില സംഗതികളൊന്നും കാണിച്ച് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ഡിസ്ക് നിങ്ങൾ ഒരു 10 രൂപ കുറഞ്ഞ ഇവിടുന്ന് ചെയ്യാൻ പറ്റുമോ? കഴിയൂല എന്നാണ് പറഞ്ഞത്. ഏറ്റവും കുറഞ്ഞ 10 രൂപ കുറഞ്ഞ ആരൊക്കെ ചെയ്യാൻ? RX-ന്റെ മിറർ, അല്ല സോറി, ഇൻഡിക്കേറ്റർ, മിറർ, ഇത് വൈസർ, നല്ല വൈസറാണ്. പിന്നെ അതുപോലെ തന്നെ ഫിനിക്സിന്റെ ഷോക്ക്, അങ്ങനെ ഒരുപാട് സംഗതി. അണ്ടർ ബില്ലി ഈ ഫിനിക്സ് ഇതാ, അതായത് ഈ ത്രോട്ട് ഫിനിക്സിന്റെ ഷോക്ക്, ഇത് ഈ സസ്പെൻഷനെ കുറിച്ചൊന്നും നമ്മൾ പറയണേ ഇല്ല. നമ്മൾ നമുക്ക് ഓരോന്നിനും 1000, 1500, 2000, 3000 അങ്ങനെ ഓരോരോ റേറ്റിൽ വരുന്ന ഓരോ സാധനങ്ങളാണ്. ടയർ എക്സ്പെൻസ് നമ്മൾ സർവീസ് അതൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരും. നമ്മൾ പറഞ്ഞില്ലേ ഓരോ വണ്ടിക്കും ഒരു 20,000, 10,000, 15,000, 30,000, 40,000. ഒരു കസ്റ്റമർ ഈ രൂപത്തിൽ ഒരു സാമുറായി എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 35,000 രൂപ ആവും. 35,000 ഡിസ്ക്, കളറ്. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിപ്പോ അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെക്കാം. ക്യാമറ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചപ്പോഴേ അങ്ങനെ കാണുന്ന വണ്ടികളൊക്കെ കണ്ടായിട്ട് കുറേ ചെക്കന്മാരുണ്ടാവും. ഇങ്ങനെ ഭ്രാന്താണ്, എവിടുന്ന അത് കിട്ടിയത് ഇത്രയും വണ്ടികൾ. പക്ഷെ എങ്ങനെയാണ് ഇതൊക്കെ റെഡി ആക്കണത് നിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ? വണ്ടി പണിയെടുത്ത് ഇറക്കാറില്ല. ഡിസ്ക് ഉണ്ട്, നല്ല ഹൈറ്റ് ചെയ്തിക്കണ്. ഇത് ഒറിജിനൽ ഷോഗണ്ട ടാങ്ക് ചെയ്തിന്. ഒറിജിനൽ ഷോഗ നമ്മളെടുത്തൊന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടാങ്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ക് ഒന്നും ഞാൻ എടുത്ത് പറയണില്ല. ഈ ഡിസ്ക് ചെയ്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ പറയണല്ലേ കേട്ടോ. പക്ഷെ ഈ ഡിസ്ക് നമ്മൾ ചെയ്തതാണ്. ഇന്ന് ഫുള്ള് വിറ്റാവും. ഇത് ഈ വീഡിയോയില് കൊറേ സാധനം ട്രോളിൽ കയറാറുണ്ട്. എനിക്കൊക്കെ കൊറേ വരുന്നില്ല. അനക്കല്ല ഇത് പറഞ്ഞ ഓന് ഒരു വട്ടം പറഞ്ഞ കാര്യം രണ്ടാമത് ഓന്റെ മനസ്സിലില്ല. ഓന്റെ മനസ്സിലേ ആ സംഗതി ഇല്ല. അതാണ് സംഭവം. പിന്നെ എന്താ പറയാ, ഈ ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ, ഇതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മള് പറഞ്ഞില്ലല്ലോ, പറയണില്ല. അതാണ് മാന്യമൊക്കെ. നമ്മളതൊന്നും എടുത്ത് പറഞ്ഞില്ല, അറിയാന്നുള്ള മൂടാണ്. അത്രേ ഉള്ളൂ. പിന്നെ പവർ ചേമ്പർ ഉണ്ട്, ചേമ്പർ ഉണ്ട്, നല്ല അടിപൊളി. ഫിനിക്സിന്റെ ഷോക്ക് കാര്യങ്ങളുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ പെയിന്റ് ആണ്. ബാർ ഹാൻഡിൽ, അതുപോലെ തന്നെ RX-ന്റെ മിററിന് തന്നെ 450-500 രൂപ റേറ്റാ. പക്ഷെ അതൊന്നും നമ്മളിപ്പോ എടുത്ത് പറയേണ്ട ആവശ്യം അല്ല. ഇതേ സമയം ഇവിടെ എനിക്കിപ്പോ ഇത് ബഡ്ജറ്റ് കുറക്കണേ. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോ ഇത് ബഡ്ജറ്റ് കുറച്ച് ഇതേ വണ്ടി ഒരു ഇപ്പൊ ഞാൻ 50 രൂപേന്റെ അടുത്ത് റേറ്റ് പറഞ്ഞില്ലേ, ഇതേ സാധനം എനിക്കൊരു 35 രൂപ കൊടുക്കാൻ പറ്റും. എന്തൊക്കെയാ ഞാൻ ഒഴിവാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസർ, ഈ സസ്പെൻഷൻ ഇത് ഒഴിവാക്കുക, ടിസ്റ്റർ മർഗാർഡ്. ഇത് ഞാൻ ലോക്കലിന് ഇതാകെ 800 രൂപയാണ് വിത്ത് മാസ്ക് വരുന്നത്. ഈ ഒരു സാധനം അടിപ്പിക്കണതാണ്. ഇതിന് മാത്രം വരുന്നുണ്ട് 1200 രൂപ. അത്രേ ഉള്ളൂ. ഇത് ക്വാളിറ്റി ഉള്ളതാണ്, കണ്ടോ, പൊട്ടൂല. അടിപൊളി ക്വാളിറ്റി ചെയ്താണ്. നമുക്ക് എന്നാലും അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. അറിയണവര് അറിയാം. അതെ, അറിയണവർക്ക് ഇതൊക്കെ അറിയാം. എന്തായാലും അല്ല, ഫണ്ണായി കാണുന്നവര് എടുക്കൂല. വേറൊന്നുണ്ട്, ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും തമാശ രീതിയിൽ കാണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം തീർച്ചയായിട്ടും. ഇത് അവസാനം വരെ എങ്ങനെയൊക്കെ വീഡിയോ കത്തട്ടെ, ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കാം. ഓക്കെ, നമുക്ക് ഇതിന് റൈറ്റ് കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ഇത് 27 പേപ്പർ ഉണ്ട്. പിന്നെ ഇത് എന്തോന്ന് പറഞ്ഞ എന്താ ഇപ്പൊ കത്തി കുറച്ച് കത്തിന് അവിടുന്ന് ഓല് തിരിച്ചു നോക്കി. അവിടെ സംഭവിച്ചാല് ഓല് കുറെ നേരം തിരിച്ചു. പക്ഷെ ഇവരിപ്പോഴും സംഭവം ഓടിയിട്ടില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ് നമ്മളെ റിസൾട്ട് ഉണ്ടാവുമല്ലോ, വീഡിയോ കഴിഞ്ഞിട്ട് അതൊന്നും അറിയില്ല. അപ്പൊ ആ ഭാഗത്ത് എനിക്ക് ഇങ്ങനെ കേൾക്കാം. അപ്പൊ ഇങ്ങനെ കേട്ട് സ്പൾബറിന്റെ എനർജി എനിക്ക് ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും പണിയെടുത്ത് ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ഇപ്പൊ ഇതിൽ തന്നെ പല വണ്ടിയും ഇന്നും ഇന്നലെയായിട്ട് കയറിയുണ്ട്. അപ്പൊ അവിടെ ഒക്കെ വരുമ്പോ നമ്മൾ സ്റ്റക്ക് ആവാണ്. അതാണ് സംഭവം. ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്യില്ലട്ടോ ഒരു സാധനം. ഞാൻ കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കട്ട് ചെയ്യാതെ വൈബാണ്. അതാണ് ഒറ്റ വൈബിൽ ഇങ്ങനെ പോണം. അല്ല, ഞാൻ എന്താ പറയാ, നമ്മളെ വീഡിയോ തുടങ്ങുമ്പോ ഞാൻ അതിന് ഇരിക്കണം എന്ന് എപ്പോഴും ചിന്തിക്കില്ല. അതുകൊണ്ട് എങ്ങനെ പറയണേ? അത് ഞാനോട് പറയട്ടെ, ഞാൻ വീഡിയോ തുടങ്ങുമ്പോ എന്താ എന്നോട് പറഞ്ഞേ? എത്ര പറഞ്ഞേ? ഞാൻ ഓണാക്കിയാണ്ട് വരും. ഞാൻ എന്നോട് പറഞ്ഞ ഈ പോര് അത്രേ ഉള്ളൂ. ഒറ്റ വീഡിയോ, ഒറ്റ ഒരു ഇതില്ല, കട്ടിങ് കാര്യമായിരുന്നില്ല. നേരെ വീഡിയോ എടുക്കുക, കാര്യങ്ങളെല്ലാം പറയാ. ഒരു തമാശ രീതിയിൽ നമ്മളൊരു ഫാമിലിയെ കാണുന്ന പോലെ തന്നെ, നമ്മളൊരു ചെക്കന്മാരെ നമ്മളെ കമ്പനി സുഹൃത്തുക്കളെ കാണുന്ന പോലെ തന്നെ ഒന്ന് കണ്ടും കണ്ട് പിരിഞ്ഞ് ഇങ്ങനെയാണ് പോവുക. പിന്നെന്താ പറയാ, ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഡീൽ ചെയ്യണേ, ഇത് കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് വലിയ നെഗറ്റീവ് ഇല്ല. ഞാൻ ഈ ഇതിൽ വീഡിയോ ചെയ്യണേ നിഷാദ് ചിരിസേരി പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചോളിട്ടോ, സെർച്ച് ചെയ്ത് ഫോളോ ചെയ്തോളി. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളെ എനിക്കറിയാം. ഇങ്ങനത്തെ ഇത് എടുക്കുന്ന ആളുകൾ ഇതാ പുറത്ത് കമ്പയർ ചെയ്യുമ്പോ കമന്റ് ഇല്ലേ കുറവാണ് അല്ലേ, അപൂർവമായിട്ട് വരുന്നത്. ഫോർ സ്ട്രോക്ക് വണ്ടികൾ ഉപയോഗിക്കുന്ന കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇതിന് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്.
കൂടുതൽ ആൾക്കാർ ഇഷ്ടമുള്ള ആളുകൾ, കുറച്ച് ആൾക്കാർ മാത്രം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. വെറുപ്പിച്ച് വണ്ടി ഓടിച്ചിട്ടേ അങ്ങനെ അതായത് ഈ വണ്ടിന്റെ ഞാൻ കാണില്ല, അതുകൊണ്ടാണ് നോർമൽ സൗണ്ട് അല്ല, കൂടുതൽ സൗണ്ട് ഫ്ലൂട്ടൊക്കെ ചെയ്തിട്ട് മറ്റേ ഓപ്പൺ ആക്കിയിട്ട് ഡയറക്റ്റ്, അതായത് അൺസേഫബിൾ സൗണ്ട് ഇട്ടിട്ട് പോകുമ്പോ സ്വാഭാവികമായിട്ടും ഇത് സ്പെക്കിൽ കാണുന്ന ആളുകൾക്ക് അതൊരു ദേഷ്യം വരും. ചിലതിന്റെ സൗണ്ട് കേൾക്കാൻ നമ്മളെ മൈസൂരിനൊക്കെ ചെയ്യണ വണ്ടികളുടെ പ്രത്യേകിച്ച് ഈ RX100 ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ സൗണ്ട് വരാണ്ട് അവരൊരു ഫീല് കിട്ടും അല്ലേ? ഞാനൊക്കെ എത്ര നമുക്ക് വേറെ ഭ്രാന്ത് പിടിച്ചിട്ട് ഭ്രാന്തായിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഇതായിട്ട് ഒന്ന് പൊളിച്ച് വീട്ടിൽ തന്നെ കയറുമ്പോ നമ്മൾ ഏതാണ്ടൊക്കെ ഫ്രീ ആയിട്ട്. നമ്മൾ കുറച്ചു കാലം മുന്നേ വാട്സപ്പിലൊരു എനിക്ക് വന്നോ എനിക്കറിയില്ല, നമ്മളൊരു ഈ ഒരു സൗണ്ട് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് ഒരു 5 നിമിഷം കേട്ട് നോക്കും. നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കൗസല്യ സുപ്രഭാത മദീല ആ ഒരു വോയിസ്, അതേപോലെ അങ്ങനത്തെ ഒരു സാധനല്ലേ. അപ്പൊ അതേപോലെയാണ് നിഷാദ് പറഞ്ഞത്. അതൊരു പീസ്ഫുൾ മൈൻഡിക്ക് നമ്മളങ്ങനെ കൊണ്ടുപോകും. ചിലപ്പോ ഈ ഒരു വണ്ടി ഉപയോഗിച്ച ആളുകൾ നമ്മളെ ഒരു ടൂറിസ്റ്റ് മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ മലമുകളിൽ നിന്ന് നിൽക്കുമ്പോഴോ അടി കൂടെ ഈ ഒരു RX100 വരുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും അല്ലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഈ RX-ാണെങ്കിൽ കഥകൾ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതിന്റെ ഫീലിംഗ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ലാഗ് അത് ഇതിനെ പറ്റി അറിയണവർക്ക് ഇതൊരു ലാഗല്ല. ഈ ഒരു കളക്ഷൻ കാണിച്ചു തരുമ്പോ തന്നെ ഇതിനെ പറ്റി അറിയുന്നവർക്കും ആ ഒരു മൈൻഡുള്ള ആൾക്കാർക്കാണ്. ഇപ്പൊ എന്റെ എനർജി എനിക്കില്ല, എന്നാലും പറയാണ് ഞാൻ തന്നെ ഏകദേശം ഇപ്പൊ നമ്മളെ നാട്ടില് തുടർന്ന് ഇപ്പൊ നടക്കുന്ന ഒരു ട്രെൻഡിങ് അറിയുമ്പോ ഇത്തരം 2 സ്റ്റോക്ക് വണ്ടികൾ എവിടെ നിർത്തിയാലും മോഷണം പോവാ, സ്പെയർ ആക്കുക, വിൽക്കുക. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഒരു വണ്ടി മോഷണം പോണ ആൾ എന്ത് ചെയ്യുന്നുള്ളൂ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ അത്രയും വണ്ടി പണിയെടുത്ത ആളാണ്, അത്രയും വണ്ടികള്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ HDZ ക്ലബ്ബ് നമ്മൾ 2016 വർക്ക് ചെയ്തിട്ട് ഒരുപാട് വണ്ടികൾ വീഡിയോ ചെയ്തിട്ടും അല്ലാതെ നമ്മൾ തിരിച്ച് എടുത്തു കൊടുത്തിട്ടുണ്ട്, കള്ളന്മാർ അടിച്ചുകൊണ്ടായ വണ്ടി. അപ്പൊ അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കള്ളൻ അടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഐഡിയ കിട്ടി. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ കുറെ ഹെൽപ്പ് ഈ രംഗത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട്. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സമയമില്ലെങ്കിലും അതൊക്കെ നമ്മൾ അങ്ങനത്തെ കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഇവർ പേജിൽ ഇടാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മോശനം പോയ വണ്ടി അപ്പൊ തന്നെ എടുത്ത് സ്റ്റോറി. നിഷാദ് ആ കാര്യത്തിലൊന്നും ഒരു മടിയും ഇല്ല, ഒരു അത്രയും നമുക്കൊരു ബന്ധമാണ്. പോവാറുമ്പോ നമുക്ക് മനസ്സിലാവും. അതെ, ഒരു അടങ്ങാറ് അതിന്റെ ആ ഒരു ഫീല് നമ്മൾ അത്രയും കാശ് കൊടുത്ത് വാങ്ങിയതിന്റെ ശരിയാണ്, ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഈ RX-ന്റെ റേറ്റ് ഇപ്പൊ പറയും, അപ്പൊ മനസ്സിലാവും. അതായത് ഈ വണ്ടി കാറ്റ് സൈലൻസറോട് കൂടി, ഓക്കെ, ഇത് നമ്മൾ ചെയ്തതല്ല കേട്ടോ, വർക്ക് ചെയ്ത ഓപ്പൺ കാറ്റ് നമുക്ക് ഒരു 1.65 കൊടുക്കാം. ആര് കൊട്ടിയാ എനിക്ക് ഞാൻ മിക്കവാറും എടുക്കുമ്പോൾ 1.65 കാറ്റ്, ഓപ്പൺ കാറ്റ്, ഡിസ്ക് നോക്കി, ഡിസ്ക് ഉണ്ട്. ഇതൊക്കെ എനിക്ക് ജസ്റ്റ് ഒരു പെയിന്റ് അടിച്ച് എനിക്ക് 1.90 ഒരു 2 ലക്ഷം രൂപ കൊടുക്കാം. മറ്റുള്ള കടക്കാർ ഇപ്പൊ മറ്റുള്ളവരൊക്കെ വരുതായ വന്നിട്ട് ആരെയും വിഷമിപ്പിക്കുന്ന വീഡിയോ എന്താ അറിയാൻ പറഞ്ഞു. 1 ഇയർ ആയിട്ട് വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഇവനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിക്കാൻ. പിന്നെ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തതുകൊണ്ടാണ് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്. അല്ല നഷ്ടത്തിലൊന്നും ആരും ചെയ്യൂല. ഇത് ഞാൻ എനിക്ക് ഇതിമ്മ ഒരു 15,000 രൂപ കയറ്റിയാൽ എനിക്ക് 2 ലക്ഷം രൂപ കൊടുത്തൂടെ? 10,000 രൂപ കയറ്റിയാൽ ഞാൻ കയറ്റിയാൽ 2 ലക്ഷം രൂപ. അല്ല 10,000 ഇപ്പൊ ഞങ്ങളുടെ കേസിലാണെങ്കിൽ പെയിന്റിങ്ങും അത്യാവശ്യം പ്ലേറ്റിങ്ങും അവിടെ 10 രൂപയ്ക്ക് തീരും. അപ്പൊ എനിക്ക് 1.75 റേറ്റ് വരുള്ളൂ. എനിക്ക് 2 രൂപയ്ക്ക് സുഖമായിട്ട് വെക്കാം. കാരണം ഇതിമേ കാറ്റ് ഉണ്ട്. ഓപ്പൺ ആണ്, അങ്ങനെ കൊണ്ടുപോകണാണ് നമുക്ക് നല്ലത്. വേറൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ നമ്മൾ ഇതന്നെ പറഞ്ഞില്ല, ഏത് കടയിൽ നിന്ന് എടുത്താലും എവിടെ നിന്ന് എടുത്താലും പറ്റിച്ചെന്നൊരു ടോക്ക് വരുന്ന സാധനമാണ് 2 സ്റ്റോക്ക്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്കിത് ഇങ്ങനെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓപ്പൺ ആയിട്ട് കാര്യം പറയാം. കൺവിൻസ് സ്റ്റാർ മതി. അല്ല, ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് എടുക്കണോ എടുത്താൽ മതി, അത്രയും നല്ലതാണ് നമുക്ക്. അതത്രേ ഉള്ളൂ. നമ്മള് ജെനുവിൻ ആയിട്ട് പറഞ്ഞു ഇതിന്റെ ഇടയിൽ ഞാൻ ഇത്ര ലാഭം എടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യേണ്ടത്, ഇതൊന്നും വേറെ ആരും ഒരു ഷോപ്പൊന്നും പറഞ്ഞു തരാത്ത നമുക്ക്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സത്യാവസ്ഥയില് ഇതിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്ന 30 രൂപ ഒക്കെ കിട്ടിയ വണ്ടികളുണ്ട്, 5,000 രൂപ കിട്ടിയുണ്ട്, 2,000 കിട്ടിയ പ്രോഫിറ്റ് വരെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ പണി പാളും. നെഗറ്റീവ് കിട്ടിയുണ്ട്, കുറച്ച് കുറവുള്ളത്. നമുക്ക് വണ്ടി എടുത്തിട്ട് ഇപ്പൊ 1 ലക്ഷത്തിന് വണ്ടി എടുത്തിട്ട് ചിലപ്പോ 90-ന് വിൽക്കേണ്ട അവസ്ഥ വരും ചിലപ്പോ. അങ്ങനെ ഈ വണ്ടിന്റെ കേസില് ഒരിക്കലും വില കുറച്ച് കൊടുക്കേണ്ട കേസില്ല. ഇതിപ്പോ എനിക്ക് എക്സ്പെൻസ് 2 lakh വന്നാ ഇത് എനിക്ക് 2.10-ന് വിൽക്കാടാ. 2.10-ന് വിൽക്കാട്ടിട്ട് പോകുമ്പോ പോയാൽ മതി, പോവും, 100% പോകും അല്ലെ. അത്രയും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരില്ല. അല്ലെങ്കിൽ ഇതിന്റെ ഹോൾഡ് ചെയ്താലും അതിങ്ങനെ പ്ലസ് ആയി വരികയാണ്. ഒരു മാസം കൂടുമ്പോ ഈ 20, അതായത്
ഒരു മാസം കൊണ്ട് മാറ്റില്ല, 3 to 6 മാസം കൊണ്ട് വലിയ മാറ്റം ടൂ സ്ട്രോക്കിൽ വരുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസ് കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ബുള്ളറ്റ് ഒക്കെ എടുക്കുമ്പോൾ 17 മോഡലിന് 1,00,000 ഇത്ര റേറ്റ് മാർക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൂടി അല്ലെങ്കിൽ ഒരു കുറച്ച് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 1,00,000 മാർക്കറ്റ് ഇല്ല, പിന്നെ അത് 90ലേക്ക് ചാടും. അങ്ങനെ കുറഞ്ഞു ഇത് അങ്ങനെയല്ല, അത് 1.10 വരും എന്നുള്ളതാണ്. അപ്പോൾ ക്യാമറ നനയുണ്ട്, മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. ഓക്കെ, ഒരു RX-ന്റെ ഡീറ്റെയിൽസ് വരെ ഇത്രയും നേരം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ആരാണ് ഇത്ര ഈ വണ്ടി കൊടുക്കുക? അതെ, RX ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു കൊടുക്കാം. യെസ്, ഇതൊരു മുതലായിട്ടാണ് കിട്ടണോന് അല്ലേ. ഗേറ്റ് ഓപ്പൺ ആണ്, നല്ല സൗണ്ടും ഉണ്ട്, കുഴപ്പമില്ല, സെറ്റ് ആണ് വണ്ടി. ഇതിന്റെ നമ്മളെ ഗ്ലാസ് ഹോൾ ഉണ്ട് ഈ കാറ്റിന്റെ ഉള്ളില്, സൗണ്ട് കൂടാനും പിന്നെ അതേപോലെ ഇവിടെ ഈ ഒരു ഇതൊക്കെ ഒന്ന് വെക്കണം. ഇത് വെച്ചരാ ഈ പറഞ്ഞ പ്രൈസിൽ വെച്ചുകൊടുക്കും. ഇതെന്താ വെച്ചാൽ റീസെന്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താണ്. ഓക്കെ. അതുപോലെ തന്നെ ആ ഒരു കിളിക്കുഞ്ഞ്, ഇത് ഓഫർ ഉണ്ടോ? ഇതിൽ ഓഫർ കൊടുക്കാം. ഇതിൽ ഓഫറോ? ഈ സെറ്റിലോ കൊടുക്കാം? ഈ സെറ്റിൽ ഓഫർ. പക്ഷെ ഒറ്റ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മളിപ്പോ വണ്ടി ഇട്ട് കഴിഞ്ഞാല് ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ ഇടുന്ന ഫസ്റ്റ് തന്നെ വില കുറഞ്ഞ വണ്ടി ആദ്യം പോകും. ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടി ആദ്യം പോകും. അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഇതേ വണ്ടി വേണം എന്ന് പറഞ്ഞ് നമ്മളോട് പ്രഷർ ചെയ്തിട്ട് കാര്യമില്ല, കിട്ടുമ്പോൾ തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കിട്ടൂലല്ലോ. നമ്മളിപ്പോ പറഞ്ഞാൽ പുതിയ വണ്ടി അച്ചടിച്ച് ഇറക്കുന്ന പോലെ കാണുമ്പോ വിളിച്ചോളി, അപ്പൊ ഇവിടെ ഉണ്ടാവും. അതെ, വേറെന്നുണ്ട്, ഫസ്റ്റ് വീഡിയോ കാണുമ്പോ എന്റെ അഭിപ്രായം കുറെ ആളുകൾ എനിക്ക് വിളിക്കും. നോർമലി 9 to 6 വിളിച്ചാൽ എല്ലാവർക്കും മറുപടി കൊടുക്കണം. 9 വിളിച്ചാൽ പിന്നെന്താ അറിയോ, ഈ വീഡിയോ ചിലപ്പോ കണ്ടിട്ട് വിളിക്കുന്ന ആളുകൾ 1500-2000 ആളേക്കാരം. അങ്ങനെയാണ്. നമുക്ക് ഒരു ദിവസം മാക്സിമം 100-150 ആക്കി കോള് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അത്ര കഴിയുള്ളൂ. കാരണം അത്രയും വെറൈറ്റി ചോദ്യങ്ങൾ ചിലത് വരും. അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് ടൂ സ്ട്രോക്ക് സ്പ്ലെൻഡർ, ആ 1.60 പറഞ്ഞ സ്പ്ലെൻഡർ എന്തായിന്ന് വെച്ചിട്ട് ചിലവർ വിളിക്കും, ഈ വണ്ടിയാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ സ്പ്ലെൻഡർ അല്ല, അത് RX ആണ്. അതിന് ഇത്ര വരുന്നുണ്ട് മാർക്കറ്റ്, അതിന് ഡിസ്ക് വരുമ്പോൾ എത്ര വരും, അതിന് കളറിന് എത്ര വരും, അതിന് പവർ പറഞ്ഞാൽ അത് എങ്ങനെയാണ്, 5 സ്പീഡ് അല്ല ഇത് 4 സ്പീഡ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നമുക്ക് എത്ര പേര് ഒരു ദിവസം ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്തായാലും മാക്സിമം ഫോൺ അറ്റൻഡ് ചെയ്യുക. അതുപോലെ വാട്സ്ആപ്പ് ക്ലിയർ ഞാനാവൂല ഫോൺ എടുക്കുന്നതൊന്നും. പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ ഷോപ്പിൽ ഉണ്ടാവില്ല. പിന്നെ എല്ലാം എടുക്കുന്നത് നമ്മളെ കൂടുതൽ ആളുകളേക്കും മലമുകളിൽ റൈഡോ കറങ്ങി നമുക്ക് ട്രാവൽസ് പരിപാടിമാരല്ലോ, അപ്പൊ ജയിച്ചു പോണ്ടേ. അപ്പൊ ഞാൻ എപ്പോഴും ഉണ്ടാവില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ. സത്യം പറഞ്ഞ എന്തായാലും നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് വന്ന് പോകും. എനിക്കൊരു ഇഷ്ടമാണ് കടയിൽ വന്ന് പോണത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഇത് റേറ്റ് വരുന്നത് സ്റ്റാർട്ട് ആക്കിയിട്ട് പറയണോ? റേറ്റ് ക്യാറ്റ് ഉണ്ട്. ഓപ്പൺ ആണോ? വരുന്നുണ്ട്. ഓപ്പൺ ആണോ സ്റ്റോക്കോ? ഇത് ഓപ്പൺ ക്യാറ്റ്. ഓപ്പൺ ആണ്. എന്നാ പവർ ഉണ്ടാവും കേട്ടോ. മിക്കവാറും സ്റ്റാർട്ട് ആക്കുമ്പോൾ സൗണ്ട് കേൾക്കാം. ഇതാണ് അതിന്റെ സൗണ്ട്. ഈ ക്യാറ്റിൽ ഇതാ നമുക്ക് സൗണ്ട് കൂട്ടാനും കുറക്കാനും. പിന്നെ വേറൊന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പഴയ SD ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒക്കെ അറിയാം. ഒരു പടം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ പടം കഴിഞ്ഞ് സെക്കൻഡ് ഷോ ഇത് അതാ മറ്റേ ചെങ്ങായിയാണ് പോണത്, അത് അവനാ പോണത്. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയും അല്ലേ. ഇനിയിപ്പോ ഈ വണ്ടി നമ്മൾ റേറ്റ് വരുന്നത് 1.78 ഒക്കെ കൊടുക്കും. 1.70. ഇത് ഞാൻ പോവില്ല. 1.76 നമുക്ക് കൊടുക്കാം. ഇത് അതിനിടയില് ഞാൻ പോവില്ല. ആരും മൂട് അങ്ങോട്ടാണ്. ഈ വണ്ടി നമ്മള് ഈ വണ്ടിയിൽ ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. 40 രൂപയ്ക്ക് പണിയെടുത്തിന് 1.76 ഇത് കൊടുക്കണം. 1.76 കൊടുക്കാം. മാരക ഓഫർ തന്നെയാണ്. അത് ഓഫറാണ്. വണ്ടി ഞാൻ ഒരു കാര്യം പറയാം, നേക്കുണ്ട്. ഇപ്പൊ തന്നെ വിളിച്ചോളി, വണ്ടി കിട്ടില്ല എന്നുള്ള പരാതി പറയരുത്. ഇതൊക്കെ മിക്കവാറും കണ്ട ആളുകൾ ആദ്യ വീഡിയോയിൽ ഇതാ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാല്, ആദ്യം പോണത് ഈ ഗ്യാപ്പ് ഉള്ളതും പിന്നെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് ആദ്യം വന്ന ആളുകൾ. ഇതല്ല നേക്കുണ്ട്. ഇത് എന്റെ അഭിപ്രായം കുറച്ച് മറ്റേനാട്ടി ഒരു അനക്കം കൂടിയാലും ഇത് കണ്ണനാവും. അതാണ് റേറ്റ്. കുറച്ചും പാടെ വൃത്തിയുണ്ട്, പെയിന്റിംഗ് എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഈ ഗ്രീൻ, ഇത് അത്യാവശ്യം എക്സ്പെൻസ് വരും. ഇത് ഞാൻ പറഞ്ഞില്ല 40 രൂപയുടെ നമ്മള് ചെയ്തിട്ട് എഞ്ചിന്റെ കാര്യം നമ്മൾ ഗ്യാരണ്ടി. അതോ ഇത് എല്ലാത്തിനും ഉണ്ടോ? ഇതിന് മാത്രമേ നമ്മൾ ചെയ്ത വണ്ടിക്ക് മാത്രമാണോ ഇത് വെക്കല്? അതോ അല്ല നമ്മള് ഇത് ഒട്ടിച്ചെന്നുള്ളൂ. ഇത് കുറച്ചും പാടെ നമ്മൾ പണിയെടുത്തതല്ലേ. എത്ര മിനിറ്റ് ആയി വീഡിയോ?
55 മിനിറ്റ് നോക്ക്. യെസ്, ഇത് 1.95 റേറ്റ് വരും. ചെറിയ രീതി ചെയ്ത് കൊടുക്കാം. ഇതിൽ ഈ 1.95 തരികയാണെങ്കിൽ വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും പറയണ കളർ ചെയ്ത് കൊടുക്കും. പറയണ കളറാണ് ചെയ്ത് കൊടുക്കും അല്ലേ? ഇതില് കളർ മാറ്റണ്ട, ഇത് നല്ല കളറാ. നല്ല കളറല്ലേ? പിന്നെ RTRന്റെ ഡിസ്ക് ഭയങ്കര മാർക്കറ്റിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം. അത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളറിന്റെ അഭിപ്രായം മാറ്റേണ്ടത് നല്ല രസമുണ്ട്. കളർ ഫുൾ പെയിന്റ്, പുതിയ 2 ടയർ, പുതിയ വീല്, ഫുൾ സാധനം. ഇത് പുതിയതാണ്. പിന്നെ ബട്ടർഫ്ലൈ പുതിയ ഇതിന് ടയർ ഉണ്ട്. ഫുൾ ബോഡി പീസുകൾ LED ലൈറ്റ് വെക്കണമെങ്കിൽ അത് വെക്കാം, അത് സ്റ്റോക്ക് ആണ്. അതൊക്കെ നമ്മൾ ചെയ്തുതരാം. അതൊക്കെ ഇതിൽ ചെയ്തുതരാം അല്ലേ? പിന്നെ ഈ സൈലൻസർ നമ്മൾ എടുത്തിട്ട് ഒരു 12 രൂപ ഒക്കെ തരികയാണെങ്കിൽ, അതായത് ഈ സൈലൻസർ നമ്മൾ എടുത്ത് ഒരു 10 രൂപയുടെ എക്സ്ട്രാ തന്നാൽ ഓപ്പൺ ഗേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റേറ്റ് എത്ര വരുന്നുള്ളൂ? 2.5 വരുന്നുള്ളൂ. 2.5 ഫുൾ വർക്ക് കഴിഞ്ഞ വണ്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. വന്നോളി, നമ്മൾ റെഡി പൈസ അങ്ങനെയല്ല. സെറ്റിലൊക്കെ ഒരു 15 രൂപയിലും കിട്ടണം, അല്ലെങ്കിൽ നടക്കൂല. അത്ര ഇൻവെസ്റ്റ് ഉണ്ട് അല്ലേ? ഒരു അത്രയും വലിയൊരു സംഖ്യ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ഓൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 2-3 മാസം എത്ര ഒരു വണ്ടി വർക്ക് ചെയ്യിപ്പിക്കാനാ? ഒരു വണ്ടി വർക്ക് ചെയ്യിപ്പിക്കാൻ ഫുൾ വർക്ക് എടുക്കുകയാണെങ്കിൽ 2 മാസം 1.5 മാസം ഏറ്റവും കുറഞ്ഞു വരും. കാരണം നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിട്ട് പോലും അതാണ് സ്ഥിതി. പെട്ടെന്ന് എടുക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ അത് ആരും ചെയ്തു തരില്ല. പണി മാത്രല്ലല്ലോ ഇവരെ പണി അല്ലേ? നോക്കിയിട്ടൊക്കെ എടുക്കണം പറയാം. ഓക്കെ, നമ്മളെ ഈ ഒരു SD-ന്റെയും അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതായത് കിങ്ങുകളുടെ സാധനം അല്ലേ? അത്യാവശ്യം നല്ല കിങ് എല്ലാവർക്കും ഉള്ള വണ്ടിയല്ല. ഷിയാസ് കരീം വന്നിരുന്നു. ഷിയാസ് കരീം എന്ന് പറഞ്ഞാല് നമ്മളെ ആക്ടർ ഷിയാസ് കരീം. പിന്നെ പുള്ളിക്കാരൻ വന്നപ്പോ ഇന്നലെ ഇത് എന്റെ അടുത്ത് റൈഡ് ചെയ്തിരുന്നു. നമ്മളെ സുഹൃത്താണ്. പുള്ളി റൈഡ് ചെയ്ത് എന്നോട് പറഞ്ഞത് അടുത്തൊരു പരിപാടിക്ക് നമുക്ക് ഇത് ഫോട്ടോഷൂട്ട് നടത്തണം. അപ്പൊ ഞാൻ ഇത് ഒരു BMW ഇട്ട് പോയോ പറയോ ആരെങ്കിലും? BMW ആണെങ്കിൽ അത്ര ഒരു ഇത് ഉണ്ടായിക്കോണമെന്നില്ല. ഈ വണ്ടിയിട്ട് പോകുമ്പോൾ ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടും. റെസ്പെക്ട് അതാണ് അതായത് ഈ വണ്ടിയൊക്കെ ഇത് മാത്രം യൂസ് ചെയ്യുന്നതിന് പകരം ഒരു വണ്ടി മോഡലുള്ള ആളുകളാണെങ്കിൽ കളക്റ്റീവ് വണ്ടി ഒന്ന് അങ്ങാടി കൂടി നടക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. ആരും ഒന്ന് നോക്കി പോകും. പ്രത്യേകിച്ച് നമ്മള് സൂപ്പർ കണ്ടീഷൻ. മൈസൂരിൽ നിന്ന് പണിയെടുത്ത വണ്ടിയാണ്. 70 രൂപയ്ക്ക് മൈസൂരിൽ ചോദിക്കുന്ന പ്രൈസ് പറയാം. ഇത് 150. 150. ഇത് ഒറിജിനൽ റോഡ് കിങ് അല്ല. അങ്ങനെയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടേക്ക് വരും വീട്ടിക്ക്. റോഡ് കിങ് എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ട്. അത് 1.95 മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ചും പാട് RS കൊണ്ടുകൊടുക്കുന്ന പവറിൽ ഒന്ന് ക്ലാസിക് ഒന്ന് റോഡ് കിങ് അല്ല. ഇത് ക്ലാസിക് ആണ്. റോഡ് കിങ് ഉണ്ട്, ഡിലക്സ് ഉണ്ട്, പിന്നെ ബി ടൈപ്പ് പറഞ്ഞിട്ട് ഈ സാധനം ഉണ്ട്. അങ്ങനെ 2-3 ഉണ്ട്. SD-യിൽ ഞാൻ അത്ര പാണ്ഡിത്യമുള്ള ആളല്ല, പക്ഷെ റോഡ് കിങ്ങിന്റെ ബോഡിയാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റോഡ് കിങ് എന്ന് പറഞ്ഞ് ഓടി വരണ്ട. ഇത് റോഡ് കിങ് അല്ല, കൺവേർട്ട് ചെയ്താണ്. പക്ഷെ 29 വരെ പേപ്പർ 70 രൂപയ്ക്ക് ഇത് പണി എടുപ്പിച്ചിട്ടുണ്ട്. മൈസൂർ കൈ കടയുണ്ട്. അത്യാവശ്യം ടൈമാണ്. എന്നാലും നമുക്ക് പെട്ടെന്ന് അല്ലത് പറയാതെ വിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല. വൻ വിഷയമാണ്. ഇത് നല്ല സൂപ്പർ വണ്ടി. ഇലക്ട്രോണിക് ആക്കിക്കണ്. കൊണ്ടടക്കാൻ ഒരു പാട്. ചോദിക്കുന്ന പ്രൈസ് 150. 29 വരെ പേപ്പർ. നെക്സ്റ്റ് വണ്ടി ഇത് ബി ടൈപ്പ് പറയും. ഇതൊരു 85 രൂപ. അതിലും ഈ ഹാൻഡിലേക്ക് മാറി ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ള പ്രൈസാണ് 85 പറഞ്ഞത്. പുതിയ മോഡൽ ഇതിന്റെ ഇതാണല്ലേ? പുതിയ മോഡൽ ജാവയാണ്. ഒരു ഡോക്ടർ 4 വർഷം യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് മലപ്പുറത്തുള്ള. ഈ അടുത്ത് നമ്മൾ എടുത്തതാണ്. പുള്ളി എടുത്തിട്ട് ഈ കളർ അടിച്ചാണ്. ഒരിക്കലും ചെയ്യരുതായിരുന്നു. പുള്ളി ഒരു പുതിയ മോഡലിലേക്ക് മാറ്റി. എനിക്ക് ഇഷ്ടമായില്ല. ഇത് പെയിന്റ് അടിക്കാൻ പെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-2 SD പണിക്കുണ്ട്. അപ്പൊ അത് കഴിയാതെ ഇത് ഇറക്കി. ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. പറ്റിയില്ല. ചിലർക്ക് പറ്റും, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ആ ടീമാണ്. ഇതൊരു 160 നമുക്ക് ഈ ഹാൻഡിൽ മാറി ഇതിന് കുറച്ച് റെസ്റ്റ് ഉള്ള ഭാഗങ്ങളുണ്ട്. അതൊക്കെ മാറിയിട്ട് 160 കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് റെയർ ആണ്. ഈ വണ്ടികളൊക്കെ പ്രത്യേകിച്ച് സെയിൽ ചെയ്യൂല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഒരു വേറെ ലെവലാണ്. ഓക്കെ, ഇനിയപ്പോ നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു തരും കേട്ടോ. നമ്മളൊരു ഏകദേശം കറക്റ്റ് റേറ്റ് പറഞ്ഞ എന്താ ലാസ്റ്റ് പണി പാടണ്ട. ഈ ഒരു കിളിക്കുഞ്ഞ് സാധനം ഇതൊന്ന് സ്റ്റാർട്ടാക്കി കൊടുക്കുക. ഞാൻ സെറ്റ് ഒന്ന് ചേർത്ത് തരാം. വേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ. ഈ ഒരു മോഡൽ വണ്ടികൾക്കുള്ള ഒരു ഇതാണ്. രാവിലെ തന്നെ അപ്പോൾ സ്റ്റാർട്ടായില്ലേ?
നമ്മൾ സാധാരണ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ അല്ലേ ഒന്ന് ശരിക്കണം, ഒന്ന് ചെരിച്ചു കൊടുക്കാം. ഒന്ന് ചെരിച്ചു കൊടുത്തിട്ട് ഒന്ന് കീക്കർ അടിച്ച സംഭവം ഓക്കെ, എണ്ണ ഇറങ്ങും. സിംഗിൾ ഓണർ വണ്ടി. ഇത് ഒരു 76 രൂപക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. കാരണം KRM ൽ ഒരു വണ്ടി വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലേ. KEV ഈ ഒരു ഫാൻസി നമ്പർ, ഇത് എറണാകുളം അല്ല, ഒറിജിനൽ തിരുവനന്തപുരം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടി. നിങ്ങൾ ഏത് ജില്ലക്കാരാണെങ്കിലും ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടി. നിങ്ങളെ പവർ ഒന്ന് കാണട്ടെ. KEV ഒറിജിനൽ തിരുവനന്തപുരം ഈ ഒരു മോഡല്. അതെ, ഇത് കുറച്ച് കായ് ചെലവാക്കിയാണ്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ട് ഈ ബൈക്കുകൾ പണിയെടുക്കുന്ന ഒരു ആളുണ്ട്, ലുട്ടാപ്പി റൈഡർ. നമ്മളൊരു ക്ലബിലെ മെമ്പറാണ്. 42 ലുട്ടാപ്പി റൈഡർ. ഓക്കെ, മറ്റേ പേരല്ല ഓൻ്റെ, അങ്ങനെ വിളിക്കില്ല, അങ്ങനെ ഒരു പേരാണ്. അപ്പോൾ ഇത് ഓന് 10-42,000 രൂപ എനിക്ക് ബില്ലിട്ടുണ്ട്. പുറത്തേക്കാണെങ്കിൽ 50 രൂപ ബില്ലിടും. അത്രക്ക് പണിയെടുക്കുന്നത്, അത്രക്ക് പണിയെടുക്കുന്നത്. ഈ സീറ്റ് തന്നെ ഒരു 300-500 വരും. അത് നമ്മൾ കൊടുക്കാനുള്ളല്ലോ ഈ വണ്ടി. അല്ല, ഇത് ഞാൻ ചിലപ്പോൾ കൊടുക്കും റേറ്റ് പറഞ്ഞിട്ട്. ചിലപ്പോൾ കൊടുക്കൂട്ടോ. ഓക്കെ, റേറ്റ് പറയണോ? അവര് 76 രൂപ 77 രൂപ റേഞ്ചിൽ വരും. പക്ഷേ 29 വരെ പേപ്പർ. ഞാൻ ഒരു കാര്യം പറയാം, എത്ര 76 റുപ്യ എന്നൊക്കെ കമന്റ് ചിലപ്പോൾ വരും. ഇതിനെ പറ്റി അറിയാത്ത ആൾക്കാർ. ഇത് പണിയിപ്പിച്ച റേറ്റ് തന്നെ ഏകദേശം അവൻ പറഞ്ഞില്ലേ. അല്ല, ഇത് കുറഞ്ഞുണ്ടെങ്കിൽ കൊണ്ടുപോയി നമുക്ക് എടുക്കാം. അങ്ങനെ ആ ഒരൊറ്റ പറയില്ല, ലോക്കായി. അല്ല, ഒരു 40 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ എത്ര എടുക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മളെ സെറ്റ്, എന്റെ സെറ്റ് സ്റ്റാർട്ടാക്കി കാണിച്ചു കൊടുത്താൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടാക്കി കാണിച്ചു കൊടുത്തു. വേണം 10-15-20 റുപ്യ ഡിസ്ക് വരില്ലേ ഇതിന്. എനിക്ക് മൊത്തം സെറ്റ് ഒരു 18 റുപ്യ അല്ലേ. ഓക്കെ, ഫ്രണ്ട് ഒക്കെ ആയി അവർക്ക് ഇല്ല, കയ്യില്ല. ജസ്റ്റ് 2012 സ്റ്റെൻഡർ നിർത്തി. ജസ്റ്റ് പഴയ പേജ് എന്റെ ഫേസ്ബുക്കിലെ എന്നുള്ള പഴയ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ പണ്ടത്തെ അജ്മൽ ഖാൻ അല്ല, പണ്ട് സ്റ്റെൻഡിങ് അജ്മൽ ഖാൻ പണ്ട് ഫേസ്ബുക്കിൽ കണ്ടില്ലേ ഈ താരം ഫേസ്ബുക്ക് രാജാവന്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണ് രാജാവ്. ഓക്കെ, നമുക്ക് ഇനി നമ്മളെ ഷോകൻ ഇത് ഞാൻ സ്റ്റാർട്ടാക്കിയാലോ. കുറെ വണ്ടിയല്ലേ സ്റ്റാർട്ടാക്കണം. എനിക്കൊന്ന് എനർജി ഒക്കെ പോയിക്കണ്. ഇതിലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ, സാധനം കാണിച്ചാ. ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതൊക്കെ എന്താ അറിയോ, ഈ വണ്ടി ഞാൻ പണ്ട് സെയിൽ ചെയ്തത് തിരിച്ചെടുത്തിട്ട് പിന്നെ പണിയെടുത്താണ്. കേട്ടോ, ബാക്കിലെ വണ്ടികൾ കണ്ടട്ടെ. ഈ ഒരു വണ്ടിയിലൊരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മളെ അടുത്ത് അല്ലേ. ഇത് നമ്മളെ വണ്ടി തന്നെയാണ് അല്ലേ. സ്വന്തം വണ്ടിയാ, സ്വന്തം വണ്ടി നോക്കില്ല, അങ്ങനെ പണിയെടുക്കും. പൈസ ഒന്നും നോക്കില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരെ പണിയെടുക്കും. ഫുള്ളി അത്യാവശ്യം നല്ല വണ്ടിയാണ്. അതായത് ഇലക്ട്രിക്, അതായത് പ്രംബോന്റെ ഡിസ്ക് സാധനങ്ങൾ മൊത്തം സെറ്റ് ചെയ്യാൻ ആകെ 2000 രൂപ ഉള്ളൂ. ഇതിന് മാത്രം 1950. RTR-ന്റെ. ഓ, അടിപൊളി. പക്ഷെ 5 കൊല്ലം നിങ്ങൾ നോക്കണ്ട. സ്റ്റീൽ നല്ല രസമുണ്ട് അല്ലേ, പിടിക്കാൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ നമ്മളെ വണ്ടി. മോനെ പവർ ഇവിടെ ഇടോ, വേറെ ഐഡിയ. 2 സിസ്റ്റം, അതായത് ആക്സിലേറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഒക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പൊ ആക്സിലേറ്റർ ഇതുകൊണ്ട് 2 തരം ഇങ്ങോട്ട് ഒന്നുകൂടി പോവാം. 2 തരത്തിൽ ഇതിട്ട് എങ്ങനെ ചെയ്തേ? അത് ഐഡിയ ഓന്റെ ഐഡിയ ആണ് അല്ലേ. ഡോന്റെ ഐഡിയ ആണ്. ഡോനാണ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ. ഞാൻ ഇതുവരെ ആരും ഇങ്ങനെ ഇത് രണ്ടും പാടെ ചെയ്ത് കണ്ടില്ല. ഞാനും കണ്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് ഒന്നുകൂടി ഇതിന്റെ ത്രോട്ടിൽ പവർ ഒന്ന് കാണിച്ചത്. ഈ വണ്ടിക്ക് ജീവുണ്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മനസ്സിലാവണില്ല. അതായത് ഇത് എന്റെ ഓണർ ഇത് സെയിൽ ചെയ്യാനുള്ള കാരണം എന്താ അറിയോ, ഞാൻ ഓനോട് ചോദിച്ചപ്പോ, അതായത് ഇത് പണ്ട് ഉണ്ടായിരുന്ന ആള് എന്റെ ഒരു ഫ്രണ്ട് എന്നെ സാധിക്കുക അറിയും, ഓന്റെ കയ്യിൽ നിന്ന് അത് എടുത്തത്. നമ്മള് വേറെ കൂടി ഉണ്ട്, അത് കൂടി പറയാൻ വന്നത്. നമ്മളിത് വണ്ടി വാങ്ങണോലും വിൽക്കണോലൊക്കെ ലാസ്റ്റ് ഫ്രണ്ട്സ് ആവും, സ്വാഭാവികം അല്ലേ. ഈ ഒരു പ്രത്യേക ഒരു ബന്ധം മറ്റുള്ള വണ്ടികളെ പോലെ അല്ല. നമ്മള് എന്താടാ വണ്ടി എന്തായി, മറ്റേ അഖിൽമാരോ മറ്റേ ഇവനില്ലേ, എന്താണ് മറ്റേ കോമഡി വീഡിയോ അഖിലല്ലത്, ഹാഷിർ, സോറി ആയിഷെന്ന് പറയാം, റീടേക്ക് അയ്യോ എന്റെ മോനെ. ഓക്കെ, ഹാഷിർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഫിലിമുകളിലും തരംഗമായിരിക്കുന്ന ഹാഷിറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ അവൻ്റെ ഒരു ഫാനും കൂടിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഹാഷിറിനെ പറ്റി വരാണെങ്കിൽ, ഹാഷിർ നമുക്ക് ഈ ഒരു വണ്ടിന്റെ ടച്ചിൽ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, അത് ഈ കണ്ടിട്ടുണ്ടാവും ശരിക്കും നമുക്ക് വെറൈറ്റി ആയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഹാഷിറാണ്, ഞാൻ ഇവന് വണ്ടി വിറ്റ് ഞാന് ഒരു വീട്ടിൽ വരെ രാവിലെ വരുമ്പോ ഓൻ വണ്ടി കഴുകിയിട്ടുണ്ടോ, ഓൻ വണ്ടി തുടച്ചിട്ടുണ്ടോ,
എടാ ശ്രദ്ധിച്ചു പോണേ, ആക്സിലേറ്റർ പയ്യെ കൊടുക്കണേ, മൈലേജ് ശ്രദ്ധിക്കണേ. അതായത് ഞാൻ വണ്ടി വിറ്റ് അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വണ്ടി, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, അവൻ കാണാതെ വന്നിട്ട് രാത്രിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലിയർ ആക്കി. ഈ ഒരു മൈൻഡ് ടച്ച് ആയിരിക്കും വണ്ടി, ഈ പ്രത്യേകിച്ച് ടൂ സ്ട്രോക്ക് വണ്ടി വിൽക്കണവർക്ക്. ഇത് വിൽക്കണ ഇതിൽ വേറൊരു അവരാ വണ്ടിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു. വണ്ടികൾ ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവില്ല, പക്ഷെ ചില വണ്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അത് വിൽക്കുന്നത് സാഹചര്യത്തിന് അങ്ങേയറ്റത്ത് ചിലപ്പോ ഒരു പ്രവാസിയായി പോകുന്ന ആളായിരിക്കും ചിലപ്പോ വിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസവം, അല്ലെങ്കിൽ കല്യാണം, അവന്റെ അസുഖം, കിടപ്പ്, ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അധികം ആളുകൾ ഈ വണ്ടി വിൽക്കുള്ളൂ. അല്ലാതെ നമ്മൾ ചടച്ചിട്ട് ഒരു പണിയാണ്. അങ്ങനെ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ നമുക്ക് വണ്ടി ബുദ്ധിമുട്ടായി കൊടുക്കുന്നവരുണ്ടാവും. ബാക്കിയുള്ള ആളുകളൊക്കെ സാഹചര്യം കൊണ്ടും, പ്രസവകാരം കൊണ്ടും, കല്യാണം കൊണ്ടും, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകേണ്ട സാഹചര്യം കൊണ്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ, ഉപ്പാക്ക് സുഖമില്ലാതെ, ഉമ്മാക്ക് സുഖമില്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ക്രിറ്റിക്കൽ സ്റ്റേജ് വരുന്ന സമയത്തല്ലാതെ ഇങ്ങനത്തെ വണ്ടികൾ പൊതുവെ വിൽക്കാൻ നിൽക്കില്ല. അത് നിങ്ങൾക്ക് ആ ഫീൽ മനസ്സിലാകുന്ന ആളുകൾക്ക് എന്തായാലും ഞാൻ ഈ പറഞ്ഞ വേർഡ്സ് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ വണ്ടി വിറ്റ ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ വയ്യ, എന്നാലും കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ വണ്ടി ഞാൻ തിരിച്ചു വാങ്ങിച്ചതാണ്. ഈ വണ്ടി നമ്മൾ 6 വർഷം മുൻപ് വിറ്റിട്ട് തിരിച്ചെടുത്തു. ഈ വണ്ടി ഞാൻ 2 വർഷം മുൻപ് വിറ്റിട്ട് തിരിച്ചെടുത്ത്. ഇതിന് 1.30 ഞാൻ കയറ്റി. ഇതും ഏകദേശം ഒരു 60-70 റുപ്യ ഇപ്പൊ കയറ്റി. 60 റുപ്യ ലെവലിൽ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇത്രയൊക്കെ പൈസ കൊടുത്ത് ഞാൻ പണിയെടുക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് അത്രയും ഒരു ആഗ്രഹവും ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് വണ്ടിയുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങളെ വണ്ടി വിറ്റിട്ട് ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കാൻ കാപ്പബിൾ ആണെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ വാങ്ങിക്കണം. വെറുതെ ഈ വണ്ടി 70,000 രൂപക്ക് കിട്ടുമെന്ന് ചോദിക്കാൻ നിങ്ങൾ വിളിക്കരുത്. മറിച്ച് മാർക്കറ്റ് പ്രൈസ് അറിയുന്ന നിങ്ങൾ ആ ഒരു ഏകദേശം മാർക്കറ്റ് പ്രൈസിൽ എടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ സമീപിച്ച് നമ്മൾ എടുത്തു കൊടുക്കും. സെറ്റാക്കി അതിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അത് വേറെ പൈസ വേണ്ട, അതൊരു വേറെ. ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾക്കല്ല, നമ്മളെക്കാൾ മുന്നുള്ള ആളുകളുണ്ടല്ലോ, അതായത് 90s 80s ആ ലെവൽക്ക് വരുന്ന അവർക്ക് കൊടുത്തു കൊടുക്കാം. അവർക്ക് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നിങ്ങൾ വിളിക്കുക, നമ്മൾ തിരിച്ചെടുത്ത് തരും. അവർ സ്കൂൾ കോളേജ് കാര്യങ്ങളിൽ കാലഘട്ടങ്ങളിൽ ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെ, അതേപോലെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ ഉമ്മാനെ ഉപ്പാനെ കൊണ്ടുവരുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടാവും. മെമ്മറീസ് പുതുക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടി വീണ്ടും തിരിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഉപ്പ ഉപയോഗിച്ച വണ്ടി, അവരുടെ മകൻ ഉപയോഗിച്ച വണ്ടി, അങ്ങനെ പല ട്രെൻഡ് ഉണ്ട്. അതായത് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മളെ പലരും വിളിക്കലുണ്ട്. അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാനാണ് RX ഉണ്ടോ ചോദിച്ചിട്ട്. അതാണ് പണ്ട് ഒരു യൂസ് ചെയ്തിരുന്നത്. എൻ്റെ ഉപ്പ പണ്ട് 175 യൂസ് ചെയ്തിരുന്നു. പക്ഷെ നമ്പർ ആൾക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ ഇന്നത് കേരളത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുത്തിരുന്നു. എൻ്റെ പാക്ക് പിന്നെ അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല. എൻ്റെ ഇപ്പൊ ഒരു വണ്ടി പറ്റിയ ഒരു വണ്ടി സൈക്കിള്. പക്ഷെ നമ്മള് സാമ്പത്തികം എന്നോട് പലരും ഇത് സാമ്പത്തികമാണെന്ന് വെച്ചാൽ പണ്ട് ഇത് പണ്ടത്തെ പൈസക്കാരത്തല്ലാതെ ഇങ്ങനത്തെ വണ്ടി ആരത്തല്ലേ. 5 വണ്ടി ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വണ്ടിയുണ്ട്. ഈ വണ്ടിയിൽ പിന്നീട് പലരും ചോദിക്കും, ഫ്രണ്ട്സിൽ തന്നെ എനിക്കതൊരു കാർ ഉണ്ടാക്കിക്കൂടെ. കാറ് വേറെ ഉണ്ട്, പക്ഷെ ആ ഒരു മൂഡില് അത് അങ്ങനെയല്ല. ഇത് ഇങ്ങനെ കയ്യിലുണ്ടാവുമ്പോ അതൊരു വേറെ ഫീൽ ആണ് അല്ലേ, ഭയങ്കര രസാ. ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐഡി ഇതാണല്ലേ. യൂട്യൂബ് ഒക്കെ ഉണ്ട്, യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിന്റെ പേരെന്താണ്? ഭയങ്കര പാവം, താടി വെച്ച് കണ്ടാലൊരു ഡേഞ്ചർ ലുക്ക് ആണെങ്കിലും ആള് കമന്റ് വരും എന്നാണ് നിനക്ക് എന്തെങ്കിലും കുറച്ച് തരണോടാ, ഞാൻ എന്തെങ്കിലും കുറച്ച് തരണം. മറ്റേ പെണ്ണില്ലേ ഇതിന്റെ ഇടയിൽ ട്രെൻഡിങ് ആയിരുന്നല്ലോ, മറ്റേ കാർട്ടൂണിലുള്ള ആള്, എന്തായാലും ആള് പേര് മറ്റേ ആളാടാ. നിനക്ക് എന്നാടാ, നീ എന്താടാ കുറച്ച് തരാത്ത? അല്ല വേറെ കുഞ്ഞുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലല്ലേ. ഇതാണ്ടോ, എന്തായാലും ഇത്രയും കളക്ഷൻ വണ്ടികളാണ് നമ്മൾ ഒന്ന് കൈകരം നീട്ടിയാ. എന്തായാലും നേരത്തെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയ ഇംഗ്ലീഷ് വാക്ക് എനിക്ക് ഓർമ്മ ഓർമ്മയില്ല. ഇറ്റ് ഈസ് ഈ ഇങ്ങനെ പോവാണ് പിന്നെ ഓർമ്മ ഇട്ടത്. ഇത് സ്വർഗത്തിലെ ഇത് ഭൂമിയിലെ സ്വർഗം. ഓക്കെ, ഇറ്റ് ഈസ് ഹെവൻ ഓൺ എർത്ത്. ഇത് ഭൂമിയിലെ സ്വർഗം. യെസ്, അതാണ് ഈ കാണുന്നത് ഭൂമിയിലെ സ്വർഗം. കണ്ടോ, ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടെങ്കിലും ഒരുപാട് സമയമായിട്ടുണ്ടെങ്കിലും നമ്മളെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കണ്ടോളി. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷേ കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചോളി, ബെല്ലൈക്കൺ ഓർത്തിച്ചോളി. കൂടുതൽ വിവരങ്ങൾക്ക് നിഷാദ് ബ്രോയുടെ നമ്പർ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി. കാരണം ഈ Z2 ഇതിൽ പല വണ്ടിയും നല്ല ഓഫർ ഇട്ടതൊക്കെ എനിക്ക് വേണ്ടിയിട്ടതാണ്. താങ്ക് യു. അപ്പൊ എന്തായാലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തോളി, നിഷാദ് ബ്രോയെ സബ്സ്ക്രൈബ് ചെയ്തോളി. അതുപോലെ തന്നെ നമ്മുടെ പേജുകളെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
തരുന്നുണ്ട്. നിഷാദ് HDZ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. അതുപോലെ തന്നെ നമ്മളെ കഥകൾ കേട്ടതാ ബാക്കിൽ ഇങ്ങനെ ഇരിക്കേണ്ട പോലെ എല്ലാവരും കുറേ നേരമായി അല്ലേ നിങ്ങൾ എൻജോയ് ചെയ്തിരുന്നോ? ഉള്ള മാതിരി പറഞ്ഞാൽ എൻജോയ് ചെയ്തിന് കത്തികളല്ലേ സെറ്റ് അല്ലേ? എന്താ പേര് പറയും? ഷഹല്, അൻഷിഫ്, ഷഹല്. നമ്മളെ കടയിൽ ഓൾ ഇൻ ഓൾ ആണ്. ആ കടയിൽ ഓൾ ഇൻ ഓൾ ആണ്. ഫോനാണ് എൻ്റെ വീഡിയോ എടുത്തിരുന്നത് ഇതുവരെ. ഓൾ ഇൻ ഓൾ അപ്പോൾ നമ്മൾ ഓൾ ഇൻ ഓൾ ആണ്. നമ്മൾ കുറേ നേരം പിടിച്ചിങ്ങനെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ക്യാമറ ഞാൻ പിടിച്ചത്. അല്ല കഴിഞ്ഞില്ലേ ഇനി പോകാൻ പറയല്ലേ? ഓർക്ക് സംഭവം പോകാൻ കൂതി ഉണ്ടാവില്ല. നമ്മളെ കണ്ടിങ്ങനെ നിൽക്കേണ്ടി വരും. ഏത് നമ്മളല്ല ഈ ബാക്കിൽ കാണുന്ന മുതലേ അപ്പൊ കണ്ടിരുന്നു. എനിക്കറിയാം മോഡലില് ആർക്കെങ്കിലും ഒക്കെ മൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. മൂഡില് വേറെ കളറിൽ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ ഈ ഇടക്കിടക്ക് തമാശ പറയണ്ട്. ഓക്കെ പൈസ ഇത് അങ്ങനെയല്ല, ജസ്റ്റ് ഈ കളർ ഇത് മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. ഇത് സ്റ്റിക്കർ അത് മലേഷ്യയിൽ ഇന്തോനേഷ്യയിലൊക്കെ ഉള്ള ഒരു മോഡല് ചന്ത വിടുന്ന സാധനം ഞാൻ ഗീവ് കൊടുക്കാൻ പോകുന്നുണ്ട്. എന്താണ് അത് ഒരിക്കലും ഗസ്സില്ല. കേരളത്തിൽ ആദ്യം RZ ഗീവ് വിട്ട ഞാനാണ്. അതൊക്കെ അത് വേറെ ലെവലായിട്ടോ സംഭവം. ഉണ്ടല്ല ഒളിക്ക് മക്കളെ പറഞ്ഞെടുക്കല്ലേ കൂടുതൽ ഇല്ല. പിന്നെ അതായത് ഈ മലേഷ്യ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വണ്ടി സാധ്യത വരാം? 6 സ്പീഡ് RZ 6 സ്പീഡ് സാധ്യത ഉണ്ട്. പിന്നെ ഇന്തോനേഷ്യൻ സ്പെക്ക് ആയിട്ടുള്ള കിങ് സാധ്യത ഉണ്ട്. അതായത് ഈ 2 സ്ട്രോക്കിലാണെങ്കിൽ ഇതൊന്നും അല്ലാതെ ഇപ്പൊ മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു വണ്ടി എനിക്ക് കൊടുക്കാനില്ല. വരും ഒരു രാജാവ് തന്നെ നമ്മളെ ഹെവൻ ഓൺ എർത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് നമ്മളെ പേജ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്കൊരു മെച്ചുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും. അതെ നമ്മൾ വെറൈറ്റി നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ. നമ്മൾ തുടങ്ങുന്നത് ഒന്നുമില്ലാത്തൊന്നല്ലേ? എനിക്കറിയില്ല ഞാൻ കൊടുന്ന വന്നത്. ഞാൻ എത്ര ഉണ്ടായി? ഞാനും ഇതൊന്നും എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതിന് പറയില്ല കേട്ടോ. പട്ടി പണിയെടുത്തിന് ആൾക്കാരത് ഒന്നും വീട്ടിൽ നിന്ന് തന്ന പൈസ ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ അന്തം വിട്ടണ് ഞാൻ ഇവിടെ വന്നപ്പോൾ. കാര്യം ഇത്ര കളക്ഷന് ഒരു 2 സ്ട്രോക്ക് വണ്ടിന്റെ ഒരു ലോകം നിഷാദിന് ഒറ്റക്ക് ഇവിടെ സെറ്റാക്കി വെക്കാൻ എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ വന്നന്ന് കുറച്ച് വണ്ടി മാത്രമേ ഉള്ളൂ. ഇനി അതിന് മുന്നേ കുറച്ച് 2-3 വണ്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ റീലും ചെയ്ത് വെറൈറ്റി ആയിട്ട് നടക്കണ പണിയാണ്. എന്തായാലും സെറ്റായി, വൻ പരിപാടിയായി, ഉഷാറാട്ടെ. ഇനിയും ഭാവിയിലേക്ക് ഇതിലും വലിയ കളക്ഷൻ ഈ ഗ്രൗണ്ട് മൊത്തം നടക്കാൻ കഴിയട്ടെ. അപ്പൊ നമ്മളെ ലൊക്കേഷൻ നമ്മളെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഇടക്കിടക്ക് ഫ്രീ കൊടുക്കണം. ഒരു മിനിറ്റ് ഞാൻ ലൊക്കേഷൻ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ആക്കാം. കാര്യം സംഭവം എന്താ വെച്ചാൽ അത്യാവശ്യം ടൈമായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മലപ്പുറത്ത് ടർഫ് ഇല്ലാത്തൊരു അങ്ങാടി ഉണ്ടാവില്ല. അപ്പം അതിന് മാത്രം ടർഫാ. ചപ്പാത്തി കമ്പനി ടർഫ്. അതുപോലെ ഇനി പുതിയ സാധനം വരാൻ പോകുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമ്മളെ നാട്ടിൽ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന സാധനം ഉണ്ട്, അറിയില്ല. മന്തി കട അങ്ങായേ. മന്തി കൂടിയേ അൻവർ മന്തി വേണ്ട. ചെക്കന്മാരൊക്കെ മന്തി നിന്ന് കുജിക്ക് പോവുക. അപ്പൊ അങ്ങനെ ബ്രോസ്റ്റും വേണ്ട, നമുക്ക് വെറൈറ്റി നാടൻ സദ്യ എന്തെങ്കിലും കഴിക്കാം. അതൊക്കെ വിട്, നമ്മളെ വീഡിയോ അതിന്റെ പോകല്ലേ. ഓക്കെ, കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, സോറി, ക്ഷമിക്കണം. എല്ലാവരോടും ബൈ പറയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ആരും അൺസബ്സ്ക്രൈബ് ചെയ്യില്ല. അതൊക്കെ കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വരുത്തുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത്രയും സമയോടെ കാത്തിരുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് ഫുള്ള് കണ്ടവരോടെ വരാനുള്ളത്. ഫുള്ള് കണ്ടവരുണ്ടെന്നുണ്ട്. ഈ ഫസ്റ്റത്തെ കമൻറ്റ് നിങ്ങളത്തെ കാര്യം പിൻ ചെയ്യും. ഞാൻ ഫുള്ള് കണ്ടു, ഒരു ബോറടിയില്ലാതെ നല്ല രസകരമായി കണ്ടു എന്നുള്ളത് നിങ്ങളൊരു കമന്റ്. ഒരു കാര്യം ഇതിൽ വിട്ടുപോട്ടെ. അതിപ്പോ നമ്മൾ ഒരു സാധനം പാടാ, നിങ്ങൾക്ക് ഇതിലും കുറച്ച് നമുക്ക് വണ്ടികൾ തരാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വണ്ടിയിലൊക്കെ നമുക്കൊരു ഗ്യാരണ്ടി ഇന്ന കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. അതില്ലാതെ കൊടുക്കാൻ നമുക്ക് പറ്റും. ഇതിലൊരു 10-15 രൂപ 20 രൂപക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ കണ്ടീഷൻ പിന്നെ ചോദിക്കരുത്. കാരണം നമ്മൾ എടുക്കുക കൊടുക്കുക എന്നുള്ള സീനൊക്കെ ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ആണ് അത്രയും അങ്ങനെ വിലക്കുറവിൽ മാണെന്നുള്ളിൽ മാത്രം ചെയ്താൽ അതിന്റെ അഭിപ്രായം ഞാൻ ചെയ്യേണ്ടെന്നേ പറയുള്ളൂ. കാര്യം മാക്സിമം നല്ല വണ്ടി കൊടുത്താൽ എനിക്ക് കൂടി വരാൻ തുടങ്ങി. എന്തെങ്കിലും കൂടിയാലും നല്ലത് തരികയാണ് നല്ലത്. ഹലോ, അതാണ് നല്ലത്. ശരിയാണ്. ഓർക്കത്ത് നീച്ചപ്പോഴാണ് വിളിച്ചത്. ആ ഓക്കെ, ഈ പോടെ ഉള്ളേ എത്തെ വിളിച്ചേ തന്നെ? ഇല്ലടാ, ഞാനേ മൊബൈലിൽ പൈസ കഴിഞ്ഞാ അപ്പൊ എനിക്ക് തിരിച്ചു വിളിച്ചാലും പൈസ ഇല്ല, അതുകൊണ്ടാണ്. തന്നെ നാട്ടിൽ കൂടെ പോയപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാണല്ലേ? ഞാൻ നാട്ടിലല്ലേ ഉള്ളത്, ഞാൻ പുത്തനത്താണേ ഉള്ളത്. ഞാനൊരു വീഡിയോ എടുത്തോണ്ടിരിക്കാണ്.
അപ്പൊ ഇത് നമ്മളെ SR മോട്ടോഴ്സിലെ സലാമാണ് ഗൈസ് ഇപ്പൊ വിളിച്ചത്. സലാമാണല്ലേ? ആ സലാമാണ്. നിഷാദാണ്. ഇവനൊന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്ന് വലിയ പുള്ളിയെ സെലിബ്രേറ്റ് ആയതുകൊണ്ട് കിട്ടണില്ല. സീനാണ്. ഓക്കെ അപ്പൊ എന്താ വെച്ചാല് ഇതിപ്പോ സലാമാണ് വിളിച്ചോട്ടെ. ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിലാണ് എന്റെ കോളറിനെ. അപ്പൊ യൂട്യൂബിൽ ഉണ്ടാവും. ഓക്കെ. ഇന്നലെ കഴിഞ്ഞ ദിവസം സെയിം അവസ്ഥയിൽ നിഷാദ് കുടിയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, കംപ്ലീറ്റ് ആയിട്ട് കണ്ടവർക്ക് അറിയാം. അത് നിഷാദ് പോകാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ സലാമിന്റെ നാട്ടിൽ കൂടെ പോയപ്പോ എനിക്കൊന്ന് വിളിച്ചു നോക്കിയതാണ്. സലാമേ എന്നാ ഓക്കെട്ടോ. എന്താ കിളിന്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. എവിടെ ഏതറിന്റെ സൗണ്ടാ? ഓനെ ഇലക്ട്രിക് വണ്ടി മേലെ പോണേ. എന്നാ ആയിക്കോട്ടെ. ഓക്കെ ശരി. 4 സ്റ്റോക്ക് വരും. ഇന്ന് വരും. ഓട്ടം തന്നെയല്ലേ. ഇന്നലെ 3 മണിക്കാണ് കടന്നു തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ. സലാമേ എന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞ യൂട്യൂബിലാണ്. ലോകത്ത് ഓടി കിട്ടാത്ത പറയും. ഞാൻ പറയാ ഇവ എന്നോട് ഇടക്കിടക്ക് പറയുന്ന കാര്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വണ്ടി വിറ്റ SR മോട്ടോഴ്സിലെ സലാമ. അതേപോലെ തന്നെ ലോകത്തിലെ ഓടിയും ഇല്ലാത്ത അത്രയും വിലക്കുറവിൽ 4 സ്റ്റോക്ക് വണ്ടി ഇപ്പോൾ ഹയാബൂസയുടെ ലുക്കുള്ള എന്താണ് SF അല്ലേ? SF 250 ഒക്കെ വിട്ടിട്ട്. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് SR മോട്ടോഴ്സ് ഒന്ന് പേജ് ചെക്ക് ചെയ്തോളി. ഓക്കെ സലാമേ അന്നെ പറഞ്ഞിട്ടോ വീഡിയോയിൽ. ഓക്കെ ശരി. നാച്ചുറലായിട്ടാണ് പോട്ടെ. എന്നാ ശരി കട്ടാക്ക്. ഞാൻ പിന്നെ വിളിച്ചാ കഴിഞ്ഞിട്ട്. ഓക്കെ. അതായത് കഴിഞ്ഞ ദിവസം ഇതേമാതിരി വീഡിയോ എടുക്കുമ്പോൾ നിഷാദ് എനിക്ക് വിളിച്ചു. എവിടെ മോനെ വരുന്നില്ലല്ലോ. കറക്റ്റ് ഞാൻ ആ യൂട്യൂബിൽ ഡയറക്റ്റ് കയറ്റി വന്നിട്ട് വീഡിയോ അന്ന് പോയി കണ്ടോക്ക്. അത് ഇതിന്റെ മുന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ നിഷാദ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിളിക്കുന്ന ഷോട്ട് ഇതേപോലെ ഞാൻ കയറ്റിയിട്ടുണ്ട്. അത് രാവിലെ 7:30 എപ്പോഴും തുടങ്ങിയ വീഡിയോ 4 മണിക്ക്. ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടോളി. 4 മണിക്ക് അത് സുബൈക്ക് 4 മണിക്ക് വിളിക്കണേ. അതെ ഈ വരണുണ്ടെങ്കിൽ 4 മണിക്ക് ഞാൻ ആ വീഡിയോ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചോ? 4 മണിക്ക് ആ യൂസ്ഡ് ബൈക്കിന്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിന്റെ വിഷ്വല് കാര്യങ്ങൾ, സൂര്യൻ ഉദിച്ചു വരുന്ന സൺറൈസ് താങ്കളുടെ കാലമല്ലേ വിത്ത് തെളിവ് സഹിതം ആ വീഡിയോ യൂട്യൂബിലുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കിയോളി. അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വാല്യൂ കൊടുക്കുകയാണ്. നമ്മളെ ഫുള്ള് സബ്സ്ക്രൈബേഴ്സിനാണ് കൊടുക്കുക. ഇന്നലെ രാത്രി ഞാൻ 3 മണിക്ക് ഉറങ്ങി. ഞാൻ നിഷാദിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവം വൈൻഡപ്പ് പറഞ്ഞ് തീർന്ന കേസാ. എന്നാലും ഞാൻ പിന്നെ അത് പറഞ്ഞ് പോട്ടെ ക്ഷമിച്ചാളി. തുടങ്ങിയ ചേച്ചാണ്. ഓക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തൂല എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഓക്കെ ബൈ. വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൻ അമർത്തിയോളി. ഓക്കെ ബൈ. വീണ്ടും പറയാണ്. ശരി. ഞാനിതൊന്ന് ഓടിച്ചോട്ടെ. പോവാ.